ഇന്ന് നമ്മൾ പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നത് മലങ്കര ആരാധനക്രമമനുസരിച്ചുള്ള പരിശുദ്ധ കുർബാന അനുഭവത്തെക്കുറിച്ചാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം മറ്റുള്ള ആരാധനാക്രമങ്ങൾ മോശമായതുകൊണ്ടോ അതിൽ അർത്ഥമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാ ആരാധനാക്രമങ്ങളും എല്ലാ കുർബാന ക്രമങ്ങളും പരിശുദ്ധ പിതാക്കന്മാരാൽ തയ്യാറാക്കപ്പെട്ടതും പരിശുദ്ധ പിതാക്കന്മാരുടെ വലിയ പ്രാർത്ഥനകളാൽ നിറഞ്ഞിരിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആരാധനാക്രമത്തിന് എന്തെങ്കിലും പ്രത്യേകമായ വൈശിഷ്ട്യം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ചില വ്യത്യാസങ്ങൾ നമ്മുടെ ചിന്താഗതി അനുസരിച്ച്, നമ്മളുടെ താല്പര്യങ്ങളനുസരിച്ച്, നമുക്കുള്ള പ്രത്യേക സ്വഭാവ രീതികൾ, നമ്മുടെ സംസ്കാരമനുസരിച്ചൊക്കെ ചില ആരാധനാ രീതികളോട് നമുക്കൊരു താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മലങ്കരയിൽ ശക്തിപ്പെട്ട ഒരു ആരാധനാക്രമം എന്നുള്ള നിലയിൽ മലങ്കര സഭയുടെ മക്കൾക്ക് ഈ ആരാധനാക്രമവുമായിട്ട് വലിയ ഒരു ബന്ധമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അല്പം സംസാരിക്കുന്നത്. ബാക്കിയുള്ളവർ അത് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ കുർബാനകളും എല്ലാ ആരാധനകളും അത് പരിശുദ്ധ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനെല്ലാം ആഴമായ അർത്ഥങ്ങളുണ്ട്, ആഴമായ ഫലങ്ങളും ഉണ്ട്. പരിശുദ്ധ കുർബാന ഒരനുഭവമായി മാറാത്ത സാഹചര്യത്തിലാണ് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുള്ള, പരിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചിട്ടുള്ള ഒരൊറ്റയാൾ പോലും പരിശുദ്ധ കുർബാനയെ നിഷേധിക്കാൻ സാധ്യതയില്ല. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ വിരസത അനുഭവിക്കാൻ സാധ്യതയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പരിശുദ്ധ കുർബാന എന്താണെന്ന് നന്നായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ പലർക്കും സാധിച്ചില്ല. അവരാണ് പരിശുദ്ധ കുർബാനയെ നിഷേധിച്ചതും പരിശുദ്ധ കുർബാനയുടെ അർത്ഥത്തെ തള്ളിക്കളഞ്ഞതും പരിശുദ്ധ കുർബാനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരാധനാ രീതി വേണമെന്ന് വാദിക്കുന്നതുമൊക്കെ. സ്വർഗം ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിലില്ലാത്ത ഒരംശവും ഒരാരാധനയിലുമില്ല, ഒരു പ്രാർത്ഥനാ രീതിയിലുമില്ല. എന്നാൽ അത് തിരിച്ചറിയണം. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ അനേക ആഴ്ചകളിൽ പഴയ നിയമം പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ഇത് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് പ്രാവർത്തികമായി തീർന്നത് എന്ന്. പഴയ നിയമ ബലികളെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ടായി, പഴയ നിയമ ബലികളെല്ലാം പൂർത്തിയായത് കർത്താവിൻ്റെ കുരിശിലെ ബലിയിലാണ്. കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്, കർത്താവിൻ്റെ കുരിശിലെ ബലിയിലുള്ള പങ്കാളിത്തമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. അതിനെ ആ വിധത്തിൽ കാണാനും സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണെന്ന് നമുക്ക് തോന്നുന്നു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ആരാധനാക്രമമല്ല, ആരെങ്കിലും ഒരു ദിവസം കൊണ്ട് ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു ക്രമം അല്ല. പിന്നെയോ ആദിമ സഭ ആരംഭം കുറിച്ച് ഇന്ന് വരെയുള്ള എല്ലാ സഭാപിതാക്കന്മാരും അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ധ്യാനത്തിലും അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മ വെളിച്ചത്തിലുമൊക്കെ രൂപപ്പെടുത്തിയെടുത്ത, ആറ്റിക്കുറുക്കിയെടുത്ത ഒരു ആരാധനയാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു കൂദാശയാണ്. അല്ലാതെ ഒരാൾക്ക് ഒരു ദിവസം രാവിലെ ഉണ്ടായ ഒരു ബോധോദയത്തിൽ ഉണ്ടായ ഒരു ആരാധനാ ക്രമമല്ലത്.
പരിശുദ്ധ കുർബാനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭാ പാരമ്പര്യം, സഭാ ചരിത്രം പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ രൂപം തയ്യാറാക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യനായ മാർ യാക്കോബ് സ്ലീഹായാണ്. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് സ്ലീഹ. 2 യാക്കോബുമാരാണ് കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ്, മറ്റൊന്ന് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. ജെറുസലേമിലെ ആദ്യത്തെ മെത്രാനായിരുന്നു ഈ യാക്കോബ് സ്ലീഹ. യാക്കോബ് സ്ലീഹയാണ് ആദ്യത്തെ കുർബാന ക്രമം, അതിൻ്റെ ആദ്യത്തെ രൂപം തയ്യാറാക്കിയത് യാക്കോബ് സ്ലീഹായാണെന്ന് സഭാ ചരിത്രം, നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ. പക്ഷേ അതിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് സഹിയോൻ മാളികയിൽ കർത്താവ് അർപ്പിച്ച ആദ്യത്തെ കുർബാനയുടെ രൂപം, അതായത് സ്ഥാപന വചനങ്ങളായിരുന്നു ആ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ ആദിമ സഭാമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് മാത്രമായിട്ട് ഒരാരാധനയായി നടത്താൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ മുമ്പും പിമ്പും ഒക്കെ കുറെ പ്രാർത്ഥനകളും ഒക്കെ ചേർത്ത് അതിനെ മനോഹരമായ ഒരു ആരാധനക്രമമാക്കി മാറ്റേണ്ടി വന്നു. 4-ാം നൂറ്റാണ്ടോടുകൂടി ഈ ആരാധനക്രമത്തിന് കുറച്ചുകൂടി വിപുലമായ ഒരു ഭംഗിയുണ്ടായി. 13-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു പരിശുദ്ധ കുർബാനക്രമം രൂപീകൃതമായി. ഇത് അന്ത്യോക്യയിലാണ് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രൂപം കൈവന്നത്. നമുക്കറിയാം, ജെറുസലേമിലാണ് സഭ രൂപം കൊണ്ടത്, പെന്തക്കോസ്താ നാളിലാണ് സഭ രൂപം കൊണ്ടത്. എന്നാൽ ജെറുസലേമിൽ നിന്ന് സഭ ചിന്നിച്ചിതറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ കാരണം സ്തേഫാനോസ് സഹദായിയുടെ മരണമായിരുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന, സ്തേഫാനോസ് രക്തസാക്ഷിയായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ ഭയപ്പെട്ട ക്രിസ്തീയ സമൂഹം ചിതറപ്പെട്ടു പോവുകയാണ്. നല്ലൊരു സമൂഹം ഓടിപ്പോയത് അന്ത്യോക്യയിലേക്കായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അന്ത്യോക്യ. നമുക്കറിയാം, ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യം വിളിക്കപ്പെട്ടത് അന്ത്യോക്യയിൽ വെച്ചാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വചനത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ആദ്യമായി വിളിക്കപ്പെടുന്നത്. അന്ത്യോക്യ മാർ പത്രോസിന്റെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ ഒന്നായിരുന്നു. ജെറുസലേമിലായിരുന്നു ആദ്യം പത്രോസ് ലീഗ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. ഏതാണ്ട് 3 വർഷത്തോളം ജെറുസലേമിലായിരുന്നു. അത് കഴിഞ്ഞ് 7 വർഷത്തോളം പത്രോസ് ലീഗ അന്ത്യോക്യ സഭയുടെ തലവനായിട്ട് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സഭാ കേന്ദ്രമായിരുന്നു അന്ത്യോക്യ. പത്രോസിനെ തുടർന്ന് മറ്റ് സഭാപിതാക്കന്മാരൊക്കെ ഈ അന്ത്യോക്യ സഭയ്ക്ക് നേതൃത്വം നൽകുകയുണ്ടായി. ഞാൻ അന്ത്യോക്യയിലേക്ക് കടന്നു വരുന്നത് മലങ്കര ആരാധനാക്രമത്തിന്റെ ഉറവിടം അന്ത്യോക്യ ആണ്. മാർ പത്രോസ് ലീഹ തന്നെയാണ് റോമിൽ എന്നതുപോലെ അന്ത്യോക്യ സഭയുടെ സ്ഥാപകനും. അപ്പോൾ അന്ത്യോക്യയിൽ രൂപമെടുത്ത, അല്ലെങ്കിൽ ജെറുസലേമിൽ രൂപമെടുത്ത ഈ കുർബാനക്രമം, മാർ യാക്കോബ് സ്ലീഹ രൂപം കൊടുത്ത ഈ കുർബാനക്രമം, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ രൂപം കൊടുത്ത ഈ കുർബാനക്രമം അന്ത്യോക്യയിൽ എത്തിയപ്പോൾ അതിനുണ്ടായ രൂപഭാവ ഭേദങ്ങളാണ് ഇന്ന് നാം കാണുന്ന മലങ്കര സഭയിലെ കുർബാനക്രമം. ഇനി നമ്മുടെ ഭാരതത്തിലേക്ക് എങ്ങനെ ഇത് വന്നു എന്ന് നമ്മളൊന്ന് പരിശോധിക്കും. ഞാൻ ഈ ചരിത്രം പറയുന്നത്, ഇത് മറ്റു പലരും പറയുന്നത് പോലെ, അല്ലെങ്കിൽ ചിലരൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ, കുർബാന എന്ന് പറയുന്നത് സഭയുമായി, സഭയുടെ പാരമ്പര്യവുമായി, അപ്പസ്തോലന്മാരുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് പറയുന്നവർ തെറ്റാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സഭ പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പസ്തോലന്മാര്, പ്രവാചകന്മാര്, വിശ്വാസ സാക്ഷികള്, രക്തസാക്ഷികള് ഇവരുടെ മേൽ പണിയപ്പെട്ടു. അങ്ങനെ ഒരു സഭയുടെ
ആരാധനക്രമത്തെക്കുറിച്ചാണ്, കുർബാനക്രമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ 10 പേര് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ കാര്യമല്ല പറയുന്നത്. ഇത് രക്തസാക്ഷികളായ, വിശ്വാസസാക്ഷികളായ അനേക നാളുകള് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഇരുന്ന് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ആദിമ സഭാ പിതാക്കന്മാരാല് പരിപോഷിപ്പിക്കപ്പെട്ട ഒരു ആരാധനക്രമത്തെക്കുറിച്ച്, ഒരു പ്രാർത്ഥനക്രമത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവും അതാണ്. അതായത് ഒരമ്മ കുഞ്ഞിന് ആഹാരത്തിന്റെ ഏറ്റവും നല്ല ഭാഗം ആറ്റി കുറുക്കി കൊടുക്കുന്നത് പോലെ സഭയാകുന്ന അമ്മ ആറ്റി കുറുക്കി തന്ന ആഹാരമാണ് നമ്മുടെ ആരാധനാക്രമവും കുർബാനക്രമവും ഒക്കെ. അതിൽ നമ്മൾ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. അനേക നാളുകൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് എഴുതിയതാണ് ഓരോ പ്രാർത്ഥനയും. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി എഴുതപ്പെട്ടതാണ് ഓരോ പ്രാർത്ഥനയും. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തി നാളുകൊണ്ട് തന്റെ അഭിഷേക പ്രവർത്തികളെല്ലാം അവസാനിപ്പിച്ചു പോയില്ല. പിന്നെയും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അപ്പസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ചു, അപ്പസ്തോലന്മാരുടെ പിൻഗാമികളിലൂടെ പ്രവർത്തിച്ചു, വിശ്വാസ സാക്ഷികളിലൂടെ, രക്തസാക്ഷികളിലൂടെ, അവരുടെ പ്രാർത്ഥനകളിലൂടെ ഒക്കെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഒരു ആരാധനാക്രമം രൂപപ്പെട്ടു വരുന്നത്, ഒരു കുർബാനക്രമം രൂപപ്പെട്ടു വരുന്നത്. കർത്താവ് കുർബാന ചൊല്ലിയായിരുന്നോ, ഈ പുസ്തകം വെച്ചാണോ കർത്താവ് കുർബാന ചൊല്ലിയത് എന്ന് ചോദിക്കുന്ന ബാലിശമായ ചോദ്യങ്ങൾക്ക് മുമ്പിലാണ് പലപ്പോഴും നമ്മൾ വീണു പോകുന്നത്. നമ്മൾ ഓർക്കണം, കർത്താവിന്റെ വചനം പോലും 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഒരു രൂപം കൈവന്നത്. ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. AD 55 എഴുതപ്പെട്ടത്. ബാക്കിയുള്ള സുവിശേഷങ്ങളും ബാക്കിയുള്ളതൊക്കെ അതിനുശേഷം എഴുതപ്പെട്ടതാണ്. അപ്പോൾ AD 55 വരെ സഭയില്ലായിരുന്നോ? സഭയിൽ ഒരു പ്രാർത്ഥനയും ഇല്ലായിരുന്നോ? സഭയിൽ ഒരു ശുശ്രൂഷയും ഇല്ലായിരുന്നോ? അതാണ് പാരമ്പര്യം. അതാണ് പാരമ്പര്യം. ആ പാരമ്പര്യം ഇന്നും തുടരപ്പെടുകയാണ്, കൈമാറ്റം ചെയ്യപ്പെട്ട് തുടരപ്പെടുകയാണ്. അങ്ങനെ കൈമാറ്റം ചെയ്ത് സഭയ്ക്ക് കിട്ടിയ നിധികളാണ് പ്രാർത്ഥനകൾ. അങ്ങനെ കൈമാറ്റം ചെയ്ത് സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ ഇല്ലാത്ത ഒരു പ്രാർത്ഥനയും ഇതുവരെയും ആരും പ്രാർത്ഥിച്ചിട്ടില്ല. പലരും പല രൂപത്തിലും പല സ്വരത്തിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധ കുർബാനയിലില്ലാത്ത ഒരു പ്രാർത്ഥന, ഒരാരാധന ഇതുവരെയും ആരും നടത്തിയിട്ടില്ല. പക്ഷെ പരിശുദ്ധ കുർബാന എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. നമ്മുടെ നിധി നമ്മുടെ മടിക്കുത്തിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. പ്രാർത്ഥന എന്തെങ്കിലും ഉണ്ടോ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, പരിഹാരം എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ചെയ്യാനായിട്ട് എന്ന് ചോദിച്ച് നടക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളുടെയും പൂർണ്ണത, എല്ലാ ആരാധനകളുടെയും പൂർണ്ണത, എല്ലാ ബന്ധനങ്ങളുടെയും വിടുതൽ, എല്ലാ രോഗങ്ങളുടെയും സൗഖ്യം ഈ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് പോലെ വേറെ ഒരാരാധനയിലും വേറെ ഒരു പ്രാർത്ഥനയിലും സംഭവിക്കില്ല എന്നത് ഉറപ്പാണ്. പക്ഷെ നമ്മളതിന്റെ വില മനസ്സിലാക്കുന്നില്ല. വില മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മുടെ പള്ളികളിലൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? പലപ്പോഴും വാതിലിൽ നിൽക്കുന്നവരുണ്ട്, പുറത്ത് കിടക്കുന്നവരുണ്ട്. അലസമായി പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനകൾ എങ്ങനെയാണ് അനുഭവമായി തീരുന്നത്? പലരും സഭ വിട്ട് മറ്റ് പുതു കൂട്ടങ്ങളിലേക്ക് പോയെങ്കിൽ പരിശുദ്ധ കുർബാന ഒരു അനുഭവമാകുന്നില്ല എന്നുള്ള പരാതിയുമായി ബഹളങ്ങളിലേക്ക് പോയെങ്കിൽ, ഓളങ്ങളിലേക്ക് പോയെങ്കിൽ അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. പരിശുദ്ധ കുർബാനയ്ക്ക് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, പരിശുദ്ധ കുർബാന അനുഭവമല്ലാത്തത് കൊണ്ടല്ല, അത് അനുഭവിക്കാൻ തയ്യാറാകാതെ പോയത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരത്തെക്കാൾ നല്ലതാണ് തട്ടുകടയിൽ ഉണ്ടാക്കുന്ന ആഹാരമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം അതിന് രുചി കൂടുതലാണെന്നാണ് നമ്മളെല്ലാം പറയുന്നത്. പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതിനകത്ത് വിഷമില്ല എന്നോർത്തോണം. ഈ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം നിത്യമായ ആഹാരം,
സ്വർഗീയ കനാനിലെത്തുന്നത് വരെയുള്ള മന്ന ഇത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇസ്രായേൽ ജനത്തെ പോലെ ഇറച്ചിക്കലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്. ഈ മന്നായ്ക്ക് അത്ര രുചി പോരാ എന്നാ പറയുന്നത്. ഇറച്ചിക്കലം അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ. ഇതാണ് സത്യം. അല്ലാതെ പരിശുദ്ധ കുർബാനയെ പോലെ ഫലദായകമായ ഒരാരാധന പരിശുദ്ധ സഭയിലില്ല, കർത്താവ് സ്ഥാപിച്ച സഭയിലില്ല. അപ്പോൾ ഇത് ഭാരതത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭാരതത്തിൽ AD 52 മാർത്തോമാ ശ്ലീഹ സുവിശേഷവുമായി വന്നു. അദ്ദേഹം ഒരു കുർബാനക്രമവുമായിട്ടല്ല ഇവിടെ വന്നത്, കർത്താവിനെ കണ്ട അനുഭവമായിട്ടാണ് വന്നത്. തൻ്റെ ക്രിസ്തനുഭവമായിട്ടാണ് ഈ ദേശത്തേക്ക് മാർത്തോമാ ശ്ലീഹ വന്നത്. അത് പുസ്തകമടിച്ച് ഇവിടെ പ്രാർത്ഥന നടത്തുകയായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ദൗത്യം. അദ്ദേഹം താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ ഈ ദേശത്തിന് പകർന്നു കൊടുത്തു. ആ അനുഭവം സ്വീകരിച്ചവര് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, ആരാധനയൊക്കെ നടത്തി, പരിശുദ്ധ കുർബാന നടത്തി. മാർത്തോമാ ശ്ലീഹായുടെ ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് സഹായകമായി തീർന്ന ആരാധനക്രമങ്ങൾ എത്തിയത് മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലെത്തിയതുപോലെ മറ്റു ചില സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചിരുന്നു. പേർഷ്യയിൽ പോയി, സെലൂഷ്യയിൽ പോയി, എഡേസായിൽ പോയി. ഇങ്ങനെ പോയ സ്ഥലങ്ങളിലൊക്കെ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭാ സമൂഹങ്ങളുടെ പ്രാർത്ഥനാപരമായ പിന്തുണ നമ്മുടെ ദേശത്തിനും കിട്ടി. അപ്പോൾ ആദ്യം ഈ ദേശത്ത് ഉണ്ടായിരുന്ന മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആരാധനാ രീതി എന്ന് പറയുന്നത് പൗരസ്ത്യ സുറിയാനി ആരാധനാ രീതിയാണ്. അതായത് കൽദായ സുറിയാനി ആരാധനാ രീതി. അതായത് ഇന്നത്തെ സീറോ മലബാർ സഭ പിന്തുടരുന്ന ആരാധനാ രീതിയുടെ ആദ്യത്തെ രൂപം. ഇന്ന് അതിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ രൂപം സീറോ മലബാർ സഭ സ്വീകരിച്ചിരിക്കുന്ന ആരാധനാ രീതിയുടെ ആദ്യത്തെ രൂപമാണ് കൽദായ സുറിയാനി ആരാധനാ ക്രമമാണ് മാർത്തോമാ ശ്ലീഹായുടെ വരവോടുകൂടി നമ്മുടെ ദേശത്ത് ഉണ്ടായിരുന്നത്. അത് കിട്ടിയത് എഡേസായിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന്. അവിടെ മാർത്തോമാ ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ച സ്ഥലത്ത് നിന്ന് അവർ കൊടുത്ത പ്രാർത്ഥനാ രീതികൾ, ആരാധനാ രീതികൾ ഇവിടെയും എത്തിച്ചേർന്നു. അങ്ങനെ ഒരു ആരാധനാ സംസ്കാരം ഇവിടെ ഉണ്ടായി. 1498 വരെ ഈ ഒരു സംസ്കാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 1498 എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വാസ്കോ ഡി ഗാമ ഈ ദേശത്ത് എത്തിച്ചേർന്നു. പോർച്ചുഗീസുകാരനായ വാസ്കോ ഡി ഗാമ ഈ ദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ഇവിടുത്തെ ആരാധനാ രീതികൾ വാസ്കോ ഡി ഗാമയ്ക്ക് ഒരു പരിചയവുമില്ല. അദ്ദേഹത്തിന് പരിചയമുള്ള ആരാധനാ രീതി എന്ന് പറയുന്നത് ലത്തീൻ ആരാധനാ രീതിയാണ്. അദ്ദേഹം വിശ്വസിച്ചു അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ ഇവിടെ കണ്ട ആരാധനാ രീതി അദ്ദേഹം അംഗീകരിച്ചില്ല. അദ്ദേഹം ഇതെല്ലാം മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലത്തീൻ ആരാധനാ രീതി, റോമാ സഭയുടെ ആരാധനാ രീതി നമ്മുടെ ദേശത്ത് വന്നു. ഇതിൽ പ്രതിഷേധിച്ച്, അതായത് പോർച്ചുഗീസുകാരുടെ ഈ അധിനിവേശത്തിൽ, ആരാധനകളിലുള്ള, പ്രാർത്ഥനകളിലുള്ള, വിശ്വാസത്തിലുള്ള അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് 1653 കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. അതായത് അന്ന് ഈ ദേശത്തുണ്ടായിരുന്ന, അതുവരെയും ഉണ്ടായിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളിൽ കുറെ പേർ ഇതിൽ പ്രതിഷേധിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി പോർച്ചുഗീസുകാരുടെ കീഴിൽ വിശ്വാസം തുടരാൻ തയ്യാറല്ല. അങ്ങനെ സഭയിൽ, കേരള സഭയിൽ, ഭാരത സഭയിൽ ആദ്യമായിട്ട് ഒരു വിഭജനം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരു വിഭാഗം മാറി നിന്നു. അവർക്ക് ആത്മീയമായ സഹായം ചെയ്യുവാനായിട്ട് ആരുമില്ലാത്ത ഒരവസ്ഥ. 12 വൈദികർ ചേർന്ന് ഒരു മെത്രാനെ വാഴിച്ചു, 1-ാം മാർത്തോമ. പക്ഷെ അതിനൊന്നും ദൈവികമായ ആശീർവാദമില്ല എന്നവർക്കറിയാം, അപ്പസ്തോലികമായ പിന്തുടർച്ചയില്ല എന്നവർക്കറിയാം. അങ്ങനെ അവർ പേർഷ്യൻ സഭയിൽ നിന്ന് ഒരു സഹായം ആവശ്യപ്പെട്ടു, അന്ത്യോക്യൻ സഭയിൽ നിന്ന്. അവിടെ നിന്ന് ഒരു മെത്രാൻ, മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന ഒരു മെത്രാൻ ഇവിടെ എത്തി. അദ്ദേഹം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമല്ല,
അന്ത്യോക്യയിലുണ്ടായ ഒരു വേദവിപരീതത്തെ തുടർന്ന് യാക്കോബായ സഭ രൂപപ്പെട്ടു. അങ്ങനെയുണ്ടായ സഭയുടെ ഭാഗമായിരുന്ന ഒരു മെത്രാൻ കേരളത്തിലെത്തി. അദ്ദേഹം കൊണ്ടുവന്ന ആരാധനാക്രമമാണ് അന്ത്യോക്യൻ ആരാധനാക്രമം. അങ്ങനെയാണ് കേരളത്തിൽ ഇപ്പോൾ മലങ്കര സഭ പിന്തുടരുന്ന ആരാധനാക്രമം എത്തിച്ചേർന്നത്. എന്നാൽ ഒരു പ്രശ്നം, അന്ത്യോക്യൻ ആരാധനാക്രമമാണ്, പക്ഷേ അത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമല്ല. കർത്താവ് സ്ഥാപിച്ച സഭയുടെ ഭാഗമല്ലാതെയാണ് ഈ ആരാധനാക്രമം ഇവിടെ എത്തിച്ചേർന്നത്. ആരാധനാക്രമത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ എത്തിച്ചേർന്നത്. അന്ത്യോക്യയിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായ അന്ത്യോക്യൻ ആരാധനാക്രമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ദേശത്ത് എത്തിച്ചേർന്നത് വിശ്വാസത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരു പറ്റം ആളുകളുടെ പരിശ്രമത്തിലാണ് എത്തിച്ചേർന്നത്. 1930 മാർ ഇവാനിയോസ് തിരുമേനി കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടപ്പോൾ ഈ അന്ത്യോക്യൻ ആരാധനാക്രമം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായി ഈ മലങ്കരയിൽ നിലവിൽ വന്നു. ആ കുർബാനയാണ് ഇന്നിവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന. നമ്മൾ മാത്രമല്ല ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഇന്നും പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു നിൽക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, മലങ്കര യാക്കോബായ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭയൊക്കെ ഈ പരിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുന്നത്. പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പത്രോസിന്റെ പരമാധികാരമുള്ള അപ്പസ്തോലന്മാരുടെ പാരമ്പര്യമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഈ പരിശുദ്ധ കുർബാന ഈ മലങ്കരയിൽ അർപ്പിക്കുവാനായിട്ട് നിയോഗം ലഭിച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കാണ്. ഇതാണ് ഈ മലങ്കര കുർബാന എങ്ങനെ ഈ ദേശത്ത് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ ചരിത്രം. 3 തരത്തിലുള്ള ആരാധനാക്രമങ്ങളാണ് നമ്മുടെ ദേശത്തുള്ളത്. ഒന്ന്, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ലത്തീൻ ആരാധനാക്രമം. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി പിന്തുടരുന്ന ആരാധനാക്രമം, അല്ലെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി അധ്യക്ഷനായിരിക്കുന്ന റോമാ സഭയുടെ ലത്തീൻ സഭയുടെ ആരാധനാക്രമമാണ് അത്. രണ്ടാമത് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മാർത്തോമാ സ്ലീഹായിലൂടെ ആദ്യം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന കല്ലായ സുറിയാനി ആരാധനാക്രമത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു രൂപമാണ് സീറോ മലബാർ സഭ പിന്തുടരുന്ന ആരാധനാക്രമം. മൂന്നാമത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം, അതാണ് അന്ത്യോക്യൻ ആരാധനാക്രമം. അന്ത്യോക്യയിൽ നിന്ന് ഈ ആരാധനാക്രമം ഇവിടെ എത്തിയത് അത്ര നേരായ വഴിയിലല്ലെങ്കിൽ പോലും അത് നേരായ വഴിയിലാക്കി മാറ്റുവാൻ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ആരാധന ക്രമമാക്കി മാറ്റുവാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് സാധിച്ചു. ഈ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ മാത്രമല്ല, ഓരോ ആരാധനാക്രമത്തിൻ്റെയും പ്രത്യേകത അത് ഏത് ദേശത്തായിരിക്കുന്നുവോ ആ ദേശത്തിൻ്റെ സംസ്കാരവുമായിട്ട്, ആ ദേശത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ ഈ ആരാധനാക്രമങ്ങളും ഈ ദേശത്ത് നിലവിലുണ്ടായിരുന്ന പ്രാർത്ഥനാ രീതികൾ, ആരാധനാ രീതികൾ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളികളൊക്കെ അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പള്ളിയുടെ ഘടനയൊക്കെ നോക്കുമ്പോൾ അന്ന് ഈ ദേശത്തുണ്ടായിരുന്ന ആചാരങ്ങളുമായിട്ട് ആരാധനകളുമായിട്ടൊക്കെ ഈ പള്ളി ഉണ്ടാക്കുന്നതിന് ധാരാളം സാദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടത് മോശമാകുന്നില്ല. പിന്നെയോ ആ രൂപങ്ങളെ, ആ രീതികളെയൊക്കെ ക്രിസ്തീയമാക്കി മാറ്റുവാനായിട്ട് ഈ ആരാധനാ ക്രമങ്ങൾക്ക്, ആരാധനാ രീതികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. നമുക്ക് നമ്മുടെ ദേവാലയത്തെക്കുറിച്ച്, ദേവാലയത്തിലാണല്ലോ ഈ ദൈവ ആരാധന നടക്കുന്നത്, ദേവാലയത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്ന സ്ഥലമാണ്. കിഴക്കോട്ട് നിന്നുകൊണ്ടാണ് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്. കിഴക്കിന് വലിയ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ കിഴക്കൊരു പ്രതീകമാണ്.
മറ്റ് ദിക്കുകളെല്ലാം മോശമായതുകൊണ്ടല്ല കിഴക്കിന് പ്രാധാന്യമുണ്ടാകുന്നത്. കിഴക്കൊരു പ്രതീകമാണ് നമ്മുടെ ആരാധനാ ജീവിതത്തിൽ, അല്ലെങ്കിൽ വചന അടിസ്ഥാനത്തിൽ കിഴക്ക് ഒരു പ്രതീകമാണ്. കർത്താവ് തൻ്റെ മഹത്വത്തിൽ എഴുന്നള്ളി വരുന്ന സ്ഥലമായി കിഴക്കിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനൊത്തിരി സൂചനകൾ വിശുദ്ധ വചനത്തിലുണ്ട്. എസെക്കിയേൽ പ്രവചനം 44, 45, 46 അധ്യായങ്ങളിലൊക്കെ ഈ സൂചനകൾ വളരെ ശക്തമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കിഴക്ക് കണ്ട നക്ഷത്രം ഈ കിഴക്കോട്ട് തിരിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു, കന്നൽ പിണർ പോലെയായിരിക്കും കർത്താവ് വരാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഈ കിഴക്ക്, സൂര്യൻ ഉദിക്കുന്ന ദിക്ക്, നീതി സൂര്യനായ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിന്റെ ദിശയാണ്. നീതി സൂര്യനാണ് കർത്താവ്. കർത്താവ് ഒരു സൂര്യനെ പോലെയാണ് തന്റെ മഹത്വത്തിൽ എഴുന്നള്ളി വരാൻ പോകുന്നത്. ഒരു സൂര്യൻ ഉദിക്കുന്നത് പോലെ വരുവാനിരിക്കുന്ന കർത്താവിനെ കാത്തിരിക്കുന്ന ജനസമൂഹത്തിന്റെ ഒരു അടയാളമാണ്, അതൊരു പ്രതീകമാണ് കിഴക്കോട്ട് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തീർത്ഥാടന സഭയായിട്ടാണ് മലങ്കര അല്ലെങ്കിൽ അന്ത്യോക്യൻ ആരാധനാക്രമം ദൈവജനത്തെ കാണുന്നത്. മുൻപിൽ പുരോഹിതൻ, പിന്നിൽ ജനമെല്ലാം ഒരുമിച്ചൊരു യാത്ര നടത്തുകയാണ്. സ്വർഗീയ കനാനിലേക്ക് പ്രാർത്ഥിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുൻപിൽ പുരോഹിതൻ നിന്ന് ഈ ബലിയർപ്പിക്കുന്നു. ജനമെല്ലാം പിമ്പിൽ പ്രാർത്ഥനകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പിമ്പേ പോകുന്ന ഒരു ആരാധനാ രീതി അതെല്ലാ പ്രാർത്ഥനകളിലുമുണ്ട്. അത് സാധാരണ നമ്മുടെ യാമപ്രാർത്ഥനകളായാലും പരിശുദ്ധ കുർബാനയായാലും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ പ്രതീകത്തിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ നോക്കുന്നത് കർത്താവിനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയല്ല. നമുക്കെല്ലാവർക്കും നോക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കാത്തിരിക്കുന്നത് ഒറ്റ ഒരാൾക്ക് വേണ്ടിയാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ആ കാഴ്ച മറഞ്ഞു പോകരുത്, ആ കാഴ്ച മാറിപ്പോകരുത്, ആ കാഴ്ച നമുക്ക് നഷ്ടമായി പോകരുത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ദിശയിലേക്ക് നോക്കിയിരിക്കുകയാണ്. നീതി സൂര്യനായ കർത്താവ് ഉദിക്കുന്ന ദിവസത്തിലേക്ക്, ആ ഉദിക്കുന്ന ദിശയിലേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാണ് കിഴക്ക് നോക്കി പ്രാർത്ഥിക്കാനുള്ള കാരണം. ഇനി ആരെങ്കിലും വേറെ ഏതെങ്കിലും ദിക്കിൽ നോക്കി പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച് ഒരു നഷ്ടവുമില്ല, ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇതൊരു അടയാളമാണ്, ഒരു പ്രതീകമാണ്. പ്രതീകങ്ങളും അടയാളങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ. എന്തുകൊണ്ടാണ് ഈ പ്രതീകങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മളുടെ ആരാധനകൾക്ക് വേണ്ടി വരുന്നത്? നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു അടയാളം ഉണ്ടാകണം, ഒരു പ്രതീകമുണ്ടാകണം. കാരണം രഹസ്യങ്ങളുടെ കലവറയാണ് പരിശുദ്ധ സഭ, രഹസ്യങ്ങളുടെ നിക്ഷേപമാണ് പരിശുദ്ധ സഭയുടെ പ്രാർത്ഥനകളും ആരാധനകളും. സാധാരണ ബുദ്ധി കൊണ്ട്, സാധാരണ അറിവ് കൊണ്ട് ഇതൊക്കെ ഗ്രഹിക്കാൻ പ്രയാസമാണ്. അപ്പോൾ എടുത്തു കാണിക്കാൻ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാകണം. ഇതൊരു പുതിയ കാര്യമല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകത്തിൽ വരെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രതീകങ്ങളെ കാണുവാൻ സാധിക്കും, ഈ അടയാളങ്ങളെ കാണാൻ സാധിക്കും. അവിടെ മൃഗങ്ങൾ അടയാളങ്ങളായി മാറുന്നുണ്ട്. ഈ പ്രകൃതിയിലൂടെ പല സംഭവങ്ങളും അടയാളങ്ങളായി മാറുന്നുണ്ട്. നമ്മൾ ഒരു വിലയും കൽപ്പിക്കാത്ത ചില കാര്യങ്ങളൊക്കെ അടയാളങ്ങളായി മാറുന്നുണ്ട്. അടയാളങ്ങൾ എന്ന് പറയുന്നത് ആ വസ്തുവിനോ ആ ജീവിക്കോ കൊടുക്കുന്ന പ്രാധാന്യമല്ല, അതിലൂടെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അതിന് നൽകുന്ന പ്രാധാന്യമാണ്. അപ്പോൾ നമ്മളുടെ ആരാധനകളിലൊക്കെ ഈ അടയാളങ്ങളും പ്രതീകങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുർബാന ഒത്തിരി അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും കലവറയാണ്. പല ആംഗ്യങ്ങൾ വൈദികൻ കാണിക്കുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. കൈകൾ ഉയർത്തുമ്പോൾ അതിനർത്ഥമുണ്ട്. ദൈവജനം കൈകൾ ഉയർത്തുമ്പോൾ അതിനർത്ഥമുണ്ട്. കൈ കൂപ്പുമ്പോൾ അതിനർത്ഥമുണ്ട്. മുട്ടുകുത്തുമ്പോൾ അതിനർത്ഥമുണ്ട്. ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. ഒരു മണി കിലുക്കുമ്പോൾ അതിനർത്ഥമുണ്ട്. ഒരു തിരശീലയ്ക്ക് അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്തതൊന്നും പരിശുദ്ധ സഭയിലില്ല. നമുക്ക് പൂർണ്ണമായി സഭയെ വിശ്വസിക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പസ്തോലന്മാരിലൂടെ
പ്രവാചകന്മാരിലൂടെ, രക്തസാക്ഷികളിലൂടെ, വിശ്വാസ സാക്ഷികളിലൂടെ ആറ്റിക്കുറുക്കി നമുക്ക് തന്നതാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും ഒക്കെ. അവർ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും എഴുതി തയ്യാറാക്കിയതാണ് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇന്നുള്ള ആളുകളെ, ഇന്ന് എഴുതി പ്രാർത്ഥന ഉണ്ടാക്കുന്ന ആളുകളെക്കാൾ വിശ്വസിക്കാം നമുക്ക് അവരെ. കാരണം ആദിമസഭയിൽ ഭൂരിഭാഗം പിതാക്കന്മാരും രക്തസാക്ഷികളായി മാറുകയായിരുന്നു. രക്തസാക്ഷികളായി മാറാൻ ഒരു കാരണമുണ്ട്. അത്രമാത്രം അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നു. ആ യേശുവിനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥനകളാണ് നമുക്ക് വേണ്ടി അവർ കരുതി വെച്ചത്, കാത്തുവെച്ചത്. ആ അനുഭവം ഇല്ലാത്തവർക്ക് പോലും പ്രാർത്ഥിക്കുവാൻ സാധിക്കുവാൻ തക്കവണ്ണം അവരത് കരുതി വെച്ചതാണ് ഈ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ. ജീവൻ തുടിക്കുന്ന പ്രാർത്ഥനകളാണ് അതൊക്കെ. രക്തത്തിന്റെ ഗന്ധമുള്ള പ്രാർത്ഥനകളാണ് അതൊക്കെ. അല്ലാതെ ഇന്ന് പലരും പുച്ഛിക്കുന്നത് പോലെ, നമുക്കറിയാം, കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വീടൊക്കെ ഉണ്ടാക്കി കുറെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു പരാതിയുണ്ട്, ഇതത്ര ശരിയായില്ല, വീടിന്റെ വാതിൽ കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ നന്നായിരുന്നു, വീടിന്റെ പെയിന്റ് ശരിയായില്ല, കുറച്ചുകൂടെ മുറ്റം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ മാതാപിതാക്കൾക്കറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. എത്രമാത്രം ത്യാഗം സഹിച്ചാണ് ഈ ഭവനമുണ്ടാക്കിയതെന്ന്, എത്രമാത്രം വിയർപ്പൊഴുക്കിയാണ് ഈ ഭവനമുണ്ടാക്കിയതെന്ന്, എന്തുമാത്രം കഷ്ടങ്ങൾ ഇങ്ങനെയൊരു ഭവനമുണ്ടാക്കുവാൻ ഏറ്റെടുക്കേണ്ടി വന്നെന്ന് ഇന്ന് വന്ന ഒരാൾ പറയുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഫാഷൻ വെച്ച് കുഞ്ഞുങ്ങൾ പറയുകയാണ്, ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഇതുപോലെയാണ് വിശ്വാസ സാക്ഷികളിലും രക്തസാക്ഷികളിലും അടിയുറപ്പിക്കപ്പെട്ട, പണിതുയർത്തപ്പെട്ട പരിശുദ്ധ സഭയെ നോക്കി ഓരോരുത്തർ പറയുന്നത്, ഇങ്ങനെയൊന്നും പോരാ, കുറച്ചുകൂടെ ഒരു ബഹളം വേണം, കുറച്ചുകൂടെ ഒരു ഓളം വേണം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ പരിശുദ്ധ സഭ അതിൻ്റെ ആദിമകാലം മുതൽ രൂപപ്പെടുത്തിയ, പകർന്നു തന്ന വിശ്വാസത്തിന്, പാരമ്പര്യത്തിന്, പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക് തുല്യമായ ഒന്നും പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ നമുക്ക് പലതും ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യമേ പറഞ്ഞ പ്രയാസമാണ്. നന്നായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് ഈ ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടാകേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ആശുപത്രികൾ ഉണ്ടാകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? നമ്മളുടെ ആരോഗ്യം നമ്മൾ നന്നായിട്ട് നോക്കാതെ പോയത് കൊണ്ടാണ്. കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിച്ചത് കൊണ്ടാണ്. ഒരിക്കലും ആരോഗ്യകരമല്ലാത്ത ഒരു ജീവിത ശൈലി ഉണ്ടായത് കൊണ്ടാണ് നമ്മളെ ചികിത്സിക്കുവാൻ ഈ ആശുപത്രികളൊക്കെ ഈ മുക്കിന് ഉണ്ടാക്കേണ്ടി വന്നത്. എന്നാൽ പഴയ ഒരു തലമുറയെ കുറിച്ച് നമുക്കറിയാം. അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ അധ്വാനമായിരുന്നു. അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിത ശൈലിയായിരുന്നു. അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയിരുന്ന ചില ആദർശങ്ങളായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ നമ്മളുടെ ഓരോ ചെറിയ കാര്യത്തിനും ചികിത്സിക്കുവാൻ ആശുപത്രികൾ ഉണ്ടാക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് ആത്മീയ ജീവിതത്തിലും. പരിശുദ്ധ കുർബാനയിൽ അനുഭവമില്ലാതെ പോയത് കൊണ്ടാണ് പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പുതിയ പുതിയ പരിപാടികൾ ഇടേണ്ടി വന്നത്. പരിശുദ്ധ കുർബാന എന്ന ഔഷധം സ്വീകരിക്കാൻ, യോഗ്യതയോടുകൂടെ സ്വീകരിക്കാൻ സാധ്യമാകാതെ പോയത് കൊണ്ടാണ് പുതിയ പുതിയ ഔഷധങ്ങൾ വാഴ്ത്തി കൊടുക്കേണ്ടി വന്നത്. ഇന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധ കുർബാന ഏറ്റവും ആഗ്രഹത്തോടെ, ഏറ്റവും വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ ഔഷധം ഏതാണുള്ളത്?
നമ്മൾ പറയും ഒരു കുപ്പി വെള്ളം ഇങ്ങി വാഴ്ത്തി തരാൻ പറയും. നമുക്ക് വിശ്വാസം ഏതാണ്? ഈ വാഴ്ത്തി തരുന്ന കുപ്പി വെള്ളത്തിലാണ് നമ്മുടെ വിശ്വാസം. ഇതിനേക്കാൾ വലിയത് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ, ഇതുവരെയും നൽകപ്പെട്ടിട്ടില്ലാത്ത ഔഷധം, ഇതുവരെയും ആർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത ആഹാരം നമ്മുടെ കർത്താവ് തന്റെ ബലിയിലൂടെ നമുക്ക് നൽകിയ ആ ദാനം, അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ പാഞ്ഞു നടക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കുറവുണ്ടായത് കൊണ്ടാണോ ഇതൊക്കെ സംഘടിപ്പിക്കേണ്ടി വന്നത്? മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ്. പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആരും പള്ളിക്ക് പുറത്തിറങ്ങി പോവില്ല, ആരും അലസമായി അതിൽ സംബന്ധിക്കില്ല, ആരും സഭ വിട്ടുപോകില്ല. പരിശുദ്ധ കുർബാനയേക്കാൾ നല്ലത് ചെണ്ടമാളമാണെന്ന് പറഞ്ഞു പോകുന്ന ധാരാളം ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വന്നത്? പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പരിശുദ്ധ കുർബാനയിൽ ഇതുവരെ നന്നായി പങ്കുകൊണ്ടിട്ടില്ല. വരും, കയ്യും കെട്ടി നിൽക്കും, അല്ലെങ്കിൽ ഭിത്തി ചാരി നിൽക്കും, അല്ലെങ്കിൽ പുറത്ത് നിൽക്കും. നമ്മൾ ഈ സിറ്റിയിലുള്ള ദേവാലയങ്ങളിലൊക്കെ ഞായറാഴ്ച ഒന്ന് പോകാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുന്നിലൂടെ ഒന്ന് നടന്നു പോയാൽ മതി, റോഡിലൂടെ ഒന്ന് പോയാൽ മതി. നമുക്ക് സങ്കടം തോന്നും കുറെ ആളുകൾ കുർബാനയിൽ സംബന്ധിക്കുന്നത് കാണുമ്പോൾ. ദേവാലയത്തിന്റെ പുറത്ത് കിടക്കുകയാണ്, സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ്, അകത്ത് കുർബാന നടക്കുന്നു. നമ്മുടെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ മുറിക്കപ്പെടുന്നു, നൽകപ്പെടുന്നു. ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പുറത്ത് കിടന്ന്, അല്ലെങ്കിൽ വളരെ അലസമായി ഉദാസീനമായി ഇതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി സഭ വിട്ടുപോയില്ലെങ്കിലേ അത്ഭുതം. അങ്ങനെ വിട്ടുപോയവരാണ് ഈ പുതിയ പുതിയ കൂട്ടങ്ങൾക്കൊക്കെ ജന്മം കൊടുത്തത്, പുതിയ പുതിയ കൂട്ടായ്മകൾക്ക് ജന്മം കൊടുത്തത്. അവർ വിചാരിക്കുന്നു ബാക്കിയുള്ളതെല്ലാം പെശ കാണുന്ന വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനൊരു ഓളമില്ല എന്ന് പറയുന്ന ധാരാളം ആളുകൾ ഉണ്ടാകാൻ കാരണം പരിശുദ്ധ കുർബാന അനുഭവമായി മാറാത്തത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ദേവാലയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദേവാലയം അതൊരു പ്രതീകമാണ്, ഒരടയാളമാണ്, ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. ഒരു ദേവാലയം ഉണ്ടാക്കുമ്പോൾ അതിന് ഒത്തിരി സാദൃശ്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം പറയാനായിട്ട് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ദേവാലയത്തിന്റെ സാദൃശ്യങ്ങളെക്കുറിച്ച് നമുക്കെപ്പോഴും അറിയാം. സമാഗമ കൂടാരത്തെക്കുറിച്ച് അച്ഛൻ പഠിപ്പിച്ചപ്പോൾ സമാഗമ കൂടാരത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ദേവാലയം. മദ്ബഹ, നമ്മുടെ ഈ ധ്യാന ഹോള് ഒരു ദേവാലയത്തെ പോലെ രൂപപ്പെടുത്തിയിരിക്കുന്നതല്ല. എങ്കിലും നിങ്ങൾ ദേവാലയം കണ്ടിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു തനി ദേവാലയത്തിന്റെ ഘടന കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കാം. മദ്ബഹ അതിവിശുദ്ധ സ്ഥലം. മദ്ബഹായ്ക്ക് താഴെ വേറെ വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അത് വിശുദ്ധ സ്ഥലം. അതിനപ്പുറം ജനം നിൽക്കുന്ന സ്ഥലം, പ്രാകാരം. അതിന് പുറത്തെ പ്രാകാരം. ഇങ്ങനെ 4 ഇടങ്ങളായിട്ട് ഇതിനെ വേർതിരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് കർത്താവ് നൽകിയ ആ ഘടന തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ദൈവം ഒരു ഘടനയും വെറുതെ നൽകുന്നില്ല. ദൈവം സമാഗമ കൂടാരത്തിന് കൊടുത്ത പ്ലാൻ, സമാഗമ കൂടാരത്തിന് കൊടുത്ത ഘടന എന്ന് പറയുന്നത് സ്വർഗീയമായ ഘടനയാണ്. സ്വർഗത്തിലെ ദേവാലയത്തിന്റെ ഘടനയാണ് സമാഗമ കൂടാരത്തിന് ദൈവം മോശയ്ക്ക് കൊടുത്തത്. ആ ഘടന തന്നെയാണ് ജെറുസലേം ദേവാലയത്തിൽ സ്വീകരിച്ചത്. ആ ഘടന തന്നെയാണ് ഓരോ ദേവാലയങ്ങളിലും നമ്മൾ സ്വീകരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ പ്രവേശിക്കുന്നു, ബലിയർപ്പിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് മറ്റ് ശുശ്രൂഷകരും പ്രാർത്ഥന നടത്തുന്നവരും നിൽക്കുന്നു. അതിന് പുറത്ത് വിശ്വാസികൾ നിൽക്കുന്നു. അതിന് പുറത്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നവർ നിൽക്കുന്നു. മറ്റൊരു സാദൃശ്യം, ദേവാലയത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് കർത്താവിൻ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു രൂപത്തിലാണ് ദേവാലയം ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവ് നീണ്ടു നിവർന്ന് കിടക്കുന്ന
രൂപത്തിലാണ്. കൈകൾ വിരിച്ച് കുരിശിൽ കടക്കുന്ന കർത്താവിനെ പോലെയാണ് ഈ ദേവാലയം ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പാദങ്ങളാണ് പ്രധാനപ്പെട്ട വാതിൽ. കർത്താവിൻ്റെ പാദത്തിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ ഇരുകരങ്ങളിലും തിരുമുറിവുകളാൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ പാദങ്ങളിലും ഇരുകരങ്ങളിലും സ്പർശിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ ശിരസാണ് ഈ മദ്ബഹ. ആ ശിരസിൻ്റെ കണ്ണുകളാണ് കത്തിക്കപ്പെടുന്ന തിരികൾ ഓരോന്നും. കർത്താവിൻ്റെ നാവാണ് ഇവിടെ വചനം പ്രഘോഷിക്കുന്ന സുവിശേഷത്തിൻ്റെ മേശ. കർത്താവിൻ്റെ നാവാണ്, കർത്താവിൻ്റെ ചങ്കാണ്, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വിളമ്പുന്ന ഈ സ്ഥലം. ദേവാലയത്തിന്റെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വിളമ്പുന്ന ആ ഇടമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ചങ്കാണ്. രക്തവും വെള്ളവും ഒഴുകിയ ആ ചങ്കിൽ നിന്നാണ് പരിശുദ്ധ കുർബാന വിളമ്പിക്കൊടുക്കുന്നത്. കർത്താവിൻ്റെ കാതുകളാണ് ഇരുവശങ്ങൾ. ഒരു വശത്ത് കുമ്പസാരക്കൂട്. പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിൽ സൗകര്യപ്രദമായി പുറകിലാണ് കുമ്പസാരക്കൂട് ഇടുന്നത്. പക്ഷേ കുമ്പസാരക്കൂട് എപ്പോഴും സൂക്ഷിക്കുന്നത് ദേവാലയത്തിന്റെ വശത്തുള്ള ഒരു മുറിയിലാണ്. കർത്താവിൻ്റെ ഒരു കാതാണത്. ഒരു വശത്ത് ഗായക സംഘം നിൽക്കുന്നു, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. മറുവശത്തെ കാതിൽ കർത്താവിൻ്റെ സ്തുതികൾ ഉയരുകയാണ്. ഇവിടെ കർത്താവിൻ്റെ ചങ്കിനോട് ചേർന്ന് ഒരു സ്ഥലമുണ്ട്. അത് മാമോദീസ തൊട്ടിയാണ്. അവിടെയാണ് ഓരോ വിശ്വാസികളും പിറന്നു വീഴുന്നത്. ഇതാണ് ദേവാലയം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഘടന. ഇതൊക്കെ വെറുതെ നമുക്ക് തോന്നും, ഒരു ദേവാലയം തോന്നുന്നത് പോലെ അങ്ങ് പണിയുകയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ദേവാലയത്തിന് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. ദേവാലയം അതിൻ്റെ ഓരോ അംശത്തിലും അർത്ഥമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഒരു ഘടന വെച്ച് നോക്കിയാൽ അതിൻ്റെ മുൻവശത്ത് നിന്ന് ഉയർന്നുയർന്നാണ് മദ്ബഹായിലേക്ക് പോകുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ ഈ ധ്യാന ഹോളിൽ ഒരു പക്ഷേ അത് പെട്ടെന്ന് മനസ്സിലായെന്ന് വരികയില്ല. മനോഹരമായി ഉണ്ടാക്കിയ ഒരു ദേവാലയത്തിൽ ചെന്നാൽ പടിഞ്ഞാറേ വാതിലിൽ നിന്നുകൊണ്ട് മദ്ബഹായിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ഉയരത്തിലേക്ക് നോക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. അതെന്താണ്? യാക്കോബ് കണ്ട ഗോവണി. യാക്കോബിനുണ്ടായ ഒരു സ്വപ്നമുണ്ട്, സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്ന ഒരു ഗോവണി. ആ ഗോവണിയുടെ രൂപത്തിലാണ് ദേവാലയം ഉണ്ടാക്കിയിരിക്കുന്നത്. നാം പടിഞ്ഞാറേ വാതിലിൽ നിന്ന് നടന്ന് മദ്ബഹയിലേക്ക് പോകുന്നത് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഗോവണിയുടെ അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ വളരെ മനോഹരമായ ചില സാദൃശ്യങ്ങൾ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലാക്കിയാൽ തീർച്ചയായും അതുപോലെ അർത്ഥമുള്ള വേറെ ഒരു സ്ഥലം നമ്മൾ ഒരിടത്തും കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ കുർബാന ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. അതിനെ ശരിയാവണ്ണം നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, ഇതുപോലെ ഒരു സ്വർഗീയ ശുശ്രൂഷ വേറെയില്ല. സ്വർഗീയമായ അനുഭവമാണ് പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്വർഗമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ സാദൃശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണമുണ്ട്. സ്വർഗീയമായ ആരാധന നടക്കുന്നതിൻ്റെ നേർ പകർപ്പാണ് ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയും. അതുകൊണ്ടാണ് എപ്പോഴും സ്വർഗീയമായ സ്തുതിപ്പുകളും ആരാധനകളും ഒക്കെ കുർബാനയിൽ നിറഞ്ഞ് നിൽക്കുന്നത്. എപ്പോഴും മാലാഖമാരുടെ സ്തുതിപ്പുകൾ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള സ്തുതിപ്പുകളൊക്കെ പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതൊരു സ്വർഗീയമായ ശുശ്രൂഷ ആയതുകൊണ്ടാണ്. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാൻ സാധിക്കുക. മാലാഖമാരെ പോലെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ. പുരോഹിതൻ ബലി അർപ്പിച്ചുകൊണ്ട് സ്തുതിപ്പുകൾ നടത്തുന്നു, ആരാധന നടത്തുന്നു. പുരോഹിതനോട് ചേർന്ന് സ്വർഗീയമായ വിധത്തിൽ അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ സ്തുതിപ്പും ആരാധനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാലാഖമാരോട് ചേർന്ന് സ്വർഗത്തിൽ നടത്തുന്ന സ്വർഗീയമായ ആരാധനയുടെ, സ്വർഗീയമായ ബലിയുടെ അതേ രൂപവും ഭാവവുമാണ് ഈ ഭൂമിയിൽ നടത്തപ്പെടുന്ന ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ഉള്ളത്. രണ്ടാമത്,
ഇത് സമ്പൂർണമായ ഒരു ദൈവ ആരാധനയാണ്. ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞു. ഇതുപോലെ ഒരു ആരാധന വേറെ കാണാൻ സാധിക്കില്ല. എപ്പോഴും മലങ്കര കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓരോ പ്രാർത്ഥനയും അവസാനിപ്പിക്കുന്നത് സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത്രമാത്രം സ്തുതിപ്പും സ്തോത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധന നിലനിൽക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇത് പോരാ, ഇനി കുറച്ചുകൂടി സ്തുതിപ്പ് വേണം, ആരാധന വേണം. നല്ലതാണ്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ പരിശുദ്ധ കുർബാനയായിരിക്കണം. ഈ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് സ്തുതിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ആരാധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, ഞാൻ കണ്ടെത്തുന്ന മറ്റൊരു ഇടം, മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്തതാണ്. അതൊരു വൈകാരികമായ പ്രകടനമാണ്, അതൊരു ഓളമാണ്. അതിനപ്പുറം അവിടെ ഒന്നും സംഭവിക്കില്ല. പരിശുദ്ധ കുർബാനയിൽ എനിക്ക് സ്തുതിക്കാൻ സാധിക്കുന്നില്ല, ആരാധിക്കാൻ സാധിക്കുന്നില്ല, ദൈവാനുഭവം ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന് ബദലായി ഞാൻ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നതൊക്കെ അടിസ്ഥാനമില്ലാത്തതാണ്, സത്തയില്ലാത്തതാണ്. അതൊരു വൈകാരിക പ്രകടനം മാത്രമാണെന്ന് പറയേണ്ടി വരും. 2, ഇത്രമാത്രം അനുതാപം നിറഞ്ഞു നിൽക്കുന്ന ഒരാരാധന വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഏറ്റവും അനുതാപത്തോടുകൂടെയാണ് നമ്മൾ ഈ ആരാധനയിൽ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. എത്ര പ്രാവശ്യമാണ് നമ്മൾ പറയുന്നത് കുരിയലായിസോൻ എന്ന്? എത്രയോ പ്രാവശ്യമാണ് നമ്മൾ പറയുന്നത്. അതിനൊരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ആവർത്തിച്ച് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റ് ഏത് ആരാധനയാണുള്ളത്? ഒരുപക്ഷെ കുരിയലായിസോൻ എന്ന് പറയുന്നത് കൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ്. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ സമയത്തും ശുശ്രൂഷകൻ ഓർമ്മിപ്പിക്കും, നമ്മളെല്ലാവരും നന്നായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. സ്തൗമൻ കാലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രീക്ക് പദമാണ്. കൂടെ ഓർമ്മിപ്പിക്കും, എല്ലാ അലസമായി നിൽക്കുന്നവര്, ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നവരൊക്കെ നന്നായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക. സ്തൗമൻ കാലസ് എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് പറയും, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ പങ്കുചേരുന്നത്. കുർബാന ആരംഭിക്കുന്നത് തന്നെ അനുതാപത്തിന്റെ ഏറ്റവും വലിയ സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. പരിശുദ്ധ കുർബാന മാത്രമല്ല, മലങ്കര സഭയിലെ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ്. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മലങ്കര സഭയിലെ വൈദികര് കറുത്ത കുപ്പായം ഇട്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. എന്താണ് ഈ കറുത്ത കുപ്പായത്തിന്റെ അർത്ഥം? ഈ കുർബാനയ്ക്ക് ഒരു സാദൃശ്യം, പ്രത്യേകിച്ച് മലങ്കര കുർബാനയ്ക്ക് ഒരു സാദൃശ്യമുണ്ട്. ധൂർത്തനായ പുത്രന്റെ മടങ്ങി വരവാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ധൂർത്തനായ പുത്രൻ അവിടെ ഇവിടെയെല്ലാം അലഞ്ഞു തിരിഞ്ഞ് അവസാനം പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിതാവ് അവനെ സ്വീകരിച്ച് കൊണ്ടുവന്ന് അവന് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നുണ്ടല്ലോ, അതാണ് പരിശുദ്ധ കുർബാന എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാദൃശ്യം അന്ത്യോക്യൻ ആരാധനാ ക്രമത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മടങ്ങി വരുന്ന ധൂർത്തനായ പുത്രന്റെ പ്രതിനിധിയായിട്ടാണ് ഒരു പുരോഹിതൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പുരോഹിതൻ ധരിച്ചിരിക്കുന്ന കറുത്തകുപ്പായം എന്ന് പറയുന്നത് മുഷിഞ്ഞ വസ്ത്രമായിട്ട്, നാറിയ വസ്ത്രവുമായിട്ട്, പാപത്താൽ മലിനമായ ഒരു വസ്ത്രവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ധൂർത്തപുത്രന്റെ പ്രതീകമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഒരു പുരോഹിതൻ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുന്നത്. നമ്മളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചു കൊണ്ടാണ് ഒരു വൈദികൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ആ വൈദികൻ ധരിച്ചിരിക്കുന്ന കറുത്ത കുപ്പായം അവിടെ ആയിരിക്കുന്ന ദൈവജനത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന, പ്രതീകവൽക്കരിക്കുന്ന ഒരടയാളമാണ്. കറുത്ത കുപ്പായം മുഷിഞ്ഞ വസ്ത്രവുമായിട്ട്, പാപത്താൽ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട്, പാപത്തിന്റെ അന്ധകാരവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഒരു മകനെ, ദൈവത്തിൻ്റെ ഒരു മകളെ, അല്ലെങ്കിൽ ദൈവജനത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കറുത്തകുപ്പായം. അപ്പോൾ അനുതാപത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അനുതാപത്തോടുകൂടെയാണ് ഈ പരിശുദ്ധ കുർബാന മലങ്കര സഭയിൽ അർപ്പിക്കുന്നത്.
പലപ്പോഴും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കണ്ണുനീര് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അനുതാപം നമ്മളിൽ അങ്ങ് നിറഞ്ഞ് കവിയുന്നത് കൊണ്ടാണ്. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ അനുതാപമാണ് നിറഞ്ഞു കവിയുന്നത്. അനുതാപത്തോടു കൂടെ അല്ലാതെ ആരും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കരുത്. കാരണം നമുക്ക് വേണ്ടി ഗോകുൽത്തായിൽ അർപ്പിക്കപ്പെട്ട ബലിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പുത്രനായ ദൈവം സ്വർഗത്തിൽ എപ്പോഴും ആ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബലിയാണ് ഈ ഭൂമിയിൽ നമ്മൾ അർപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ബലിയിലാണ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഏകജാതൻ എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബലി തന്നെയാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. അനുതാപത്തോടു കൂടെ അല്ലാതെ എങ്ങനെയാണ് ഈ ബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുക? ഇനി കുർബാനക്കടയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ പരിശുദ്ധ കുർബാനയിൽ നടത്തുന്നത് പോലെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന വേറെ എവിടെയാണ് ഉള്ളത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടൊരു മധ്യസ്ഥ പ്രാർത്ഥന അങ്ങ് നടത്തിയാൽ എന്താണെന്ന് ആലോചിക്കുന്നവരാണ് നമ്മൾ. ഇത് ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. നീ അത് കാണാതിരുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കളയാമെന്ന് ചിന്തിക്കരുത്. പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ നിനക്ക് അവസരമുണ്ട്. ഓരോ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥനയും, നമ്മൾ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ കർത്താവ് നടത്തിയ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റുപറച്ചിലാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തൻ്റെ സ്ലീഹന്മാർക്ക് വേണ്ടി കർത്താവ് നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് നടത്തിയ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റുപറച്ചിലാണ് പരിശുദ്ധ കുർബാന. ദാനിയേൽ അച്ഛൻ ഒരിക്കൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ താല്പര്യം കാണിക്കുന്നത് നൊവേന പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനാണ്. നമുക്ക് വിശ്വാസം അതിലാണ്. നൊവേന പ്രാർത്ഥന മോശമാണെന്നൊന്നും സഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. സഭ തയ്യാറാക്കിയതാണ് എല്ലാ നൊവേന പ്രാർത്ഥനകളും. എല്ലാ വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളും സഭ തയ്യാറാക്കിയതാണ്. പക്ഷേ ഓർത്തുകൊള്ളുക, ഒരു നൊവേനയും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുടെ 7 അയലത്ത് പോലും വരില്ല. നീ ഈ പരിശുദ്ധ കുർബാന കാണാതിരുന്നിട്ടാണ് ഈ നൊവേന പ്രാർത്ഥനയ്ക്ക് നീ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ള നൊവേന പ്രാർത്ഥന വഴിയായിട്ട് ആർക്കെങ്കിലും അനുഗ്രഹം ലഭിക്കുന്നുവെങ്കിൽ അത് പിശാച് നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കെണിയാണ്. നീ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി പിശാച് നിനക്ക് വേണ്ടി ഒരുക്കുന്ന കെണിയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് പുറത്ത്, പരിശുദ്ധ കുർബാന ഇല്ലാതെ നീ എന്തെങ്കിലും നേട്ടങ്ങളോ ലാഭങ്ങളോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം, പരിശുദ്ധ കുർബാനയിൽ നിനക്ക് പ്രാർത്ഥിക്കാനുള്ളതെല്ലാം ഉണ്ട്. നീ ഒന്ന് പ്രാർത്ഥിച്ചാ മതി. നീ ഒന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചാ മതി. കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ ഒന്ന് ശ്രദ്ധിച്ചു നിന്നാൽ മതി. എനിക്കുള്ളതെല്ലാം അതിലുണ്ട്, എൻ്റെ ജീവിതം മുഴുവൻ അതിലുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാനുള്ളതെല്ലാം അവിടെ ചൊല്ലുന്നുണ്ട്. ഞാനൊരാമീൻ പറഞ്ഞാൽ മതി. വൈദികൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ ഓരോന്നും അവസാനിക്കുന്നത് ജനക്കൂട്ടത്തിന്റെ ആമീൻ എന്ന് പറയുന്ന നിലവിളിയിലാണ്. ആ നിലവിളി ഉയരുന്നില്ലെങ്കിൽ എനിക്കതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല. ആമീൻ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ എനിക്ക് സാധിക്കണം. എന്താണത് സൂചിപ്പിക്കുന്നത്? എനിക്ക് വേണ്ടി ഈ പുരോഹിതൻ ചൊല്ലിയതെല്ലാം എൻ്റെ ദൈവമേ ഞാനും നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, ഞാനത് ഏറ്റു പറയുന്നു. എന്നെ കുറിച്ചാണ് ഈ പ്രാർത്ഥിച്ചിരിക്കുന്നത്, എൻ്റെ പ്രാർത്ഥനയാണ് സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കിതിലൊന്നും വിശ്വാസമില്ല. പലപ്പോഴും ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഡോക്ടർ തരുന്ന ചെറിയ ഗുളികയിലൊന്നും നമുക്ക് വലിയ വിശ്വാസമില്ല. ഡോക്ടർ 5-6 ഗുളികയെങ്കിലും തന്നില്ലെങ്കിൽ നമുക്ക് അത്ര വിശ്വാസമില്ല. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു ചെല്ലുന്ന രോഗത്തിന് ഒരു ഇഞ്ചക്ഷനെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അത്ര വിശ്വാസമില്ല. ഡോക്ടർ പറയുകയാണെന്ന് വിചാരിക്കുക, ഇത് പ്രശ്നമില്ല, വീട്ടിൽ പോയി ധാരാളം വെള്ളം കുടിച്ചാൽ മതി, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം, പിന്നെ നന്നായിട്ട് ഉറങ്ങണം, കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണം, റോഡിലൂടെ ഇറക്കി അല്ലെങ്കിൽ
ദേഹമൊക്കെ നനങ്ങുന്ന വിധത്തിലൊക്കെ നടക്കണമെന്നൊരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ പറയാ ഡോക്ടർ പോരാ എന്ന് പറയുന്നവരാണ് നമ്മൾ. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമുക്കുള്ളതെല്ലാം കർത്താവ് ഒരുക്കി തന്നു. ഇനി ഇവിടെ ആരും ഒന്നും പുതിയത് ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന്. ഒരു ഉപദേശിയും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എല്ലാം കർത്താവ് തന്നു. എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ സഭാപിതാക്കന്മാർ അതിമനോഹരമായിട്ട് നമുക്ക് രൂപപ്പെടുത്തി തന്നു. പ്രാർത്ഥനാ പുസ്തകത്തിന്റെ കുറവ് കൊണ്ടാണോ നമ്മൾ പ്രാർത്ഥനാ പുസ്തകം അന്വേഷിച്ച് നടക്കുന്നത്? ആണോ? നമ്മൾ ഏത് കൺവെൻഷനിൽ ചെന്നാലും നമ്മൾ 2 പ്രാർത്ഥനാ പുസ്തകം ഇവിടുന്ന് വാങ്ങിക്കും, അല്ലേ? ഒരു പാട്ട് പുസ്തകവും 2 പ്രാർത്ഥനാ പുസ്തകവും ഒക്കെ വാങ്ങിക്കും. എന്തിന്? പ്രാർത്ഥനാ പുസ്തകം കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണോ? ഉള്ള പ്രാർത്ഥനാ പുസ്തകം ഇതോടെ പ്രാർത്ഥിച്ചിട്ടില്ല. മലങ്കര സഭയുടെ നോമ്പിന്റെ പ്രാർത്ഥനാക്രമങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചറിയണം. അല്ലാതെ നമ്മൾ പുതിയ പ്രാർത്ഥന അന്വേഷിച്ചു പോകുന്നതിൽ കാര്യമില്ല. നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്, പ്രാർത്ഥനകൾ അന്വേഷിച്ച് നടക്കുകയാണ്. പുതിയ പ്രാർത്ഥന വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ ഒരു പുതിയ പ്രാർത്ഥന ഇറങ്ങിയിട്ടുണ്ട്. ആ അച്ഛനൊരു പുതിയ പ്രാർത്ഥന ഇപ്പൊ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് 100 പ്രാവശ്യം ചൊല്ലിയാൽ ഇപ്പൊ ആകാശം ഇടിഞ്ഞ് താഴെ വീഴും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മൾ. എടാ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ പ്രാർത്ഥന നീ ഒന്ന് ചൊല്ല്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നീ നിന്റെ ഹൃദയത്തിൽ തൊട്ട് 1 പ്രാവശ്യം ചൊല്ലിയാ മതി. ഒരു പ്രാർത്ഥനയും വേറെ ചൊല്ലണ്ട. കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നീ 1 പ്രാവശ്യം നിന്റെ ഹൃദയത്തിൽ തൊട്ടൊന്ന് ചൊല്ലിയാ മതി. സ്വർഗം അങ്ങനെ പ്രാർത്ഥനയുടെ പുതുമയോ പ്രാർത്ഥനയുടെ സാഹിത്യമോ അന്വേഷിച്ച് നടക്കുന്നതല്ല. അങ്ങനെ നമ്മൾ അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. നമ്മൾ അലഞ്ഞു നടക്കുകയാണ്. ഈ നിധി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ കൊണ്ട് കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ അലഞ്ഞു നടക്കുകയാണ്. എവിടെയെങ്കിലും സൗഖ്യമുണ്ടോ? എവിടെയെങ്കിലും അത്ഭുതമുണ്ടോ? എവിടെയെങ്കിലും അടയാളമുണ്ടോ? നിന്റെ കുർബാനയിൽ സംഭവിക്കാത്ത ഒരടയാളവും, നിന്റെ കുർബാനയിൽ സംഭവിക്കാത്ത ഒരത്ഭുതവും, നിന്റെ കുർബാനയിൽ സംഭവിക്കാത്ത ഒരു സൗഖ്യവും ഈ ലോകത്തിലില്ല. നിനക്ക് നൽകപ്പെട്ട ആഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. നിത്യജീവന്റെ ആഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധ കുർബാനയാണ്. അത് കുർബാന ചൊല്ലുന്ന അച്ഛന്റെ കഴിവൊന്നുമല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. അച്ഛൻ നന്നായിട്ട് കുർബാന ചൊല്ലിയാൽ ആ കുർബാന വലിയ അനുഗ്രഹമായി തീരുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ കുർബാനയിൽ എത്രമാത്രം അനുതാപത്തോടെയും ആഗ്രഹത്തോടെയും വിശ്വാസത്തോടെയും പങ്കെടുക്കുന്നുവോ ആ കുർബാന എനിക്ക് അനുഗ്രഹമായി തീരും. അതാണ് സത്യം. വൈദികൻ എന്ന് പറയുന്നത് കർത്താവിന്റെ സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യ വ്യക്തി മാത്രമാണ്. ആ വൈദികനൊന്നുമല്ല കുർബാന അർപ്പിക്കുന്നത്. യഥാർത്ഥ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ആ വൈദികന്റെ സ്ഥാനത്ത് കർത്താവ് നിൽക്കുന്നത് കാണാൻ പറ്റും. കർത്താവിനെ കാണാൻ പറ്റും. കർത്താവിന് വേണ്ടി ഒരു വൈദികനെ അവിടെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന് വേണ്ടി ഒരു വൈദികൻ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കർത്താവിനല്ലാതെ വേറെ ആർക്കും കുർബാന അർപ്പിക്കാൻ പറ്റത്തില്ല. ബലിയായി തീരാൻ, ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീരാൻ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും പറ്റില്ല. നമുക്കൊക്കെ അതിൽ പങ്കാളികളായി അതിന്റെ ഫലം എടുക്കാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ബലി വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അതിന്റെ ഫലം ഇനിയും അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വന്തം ഇഷ്ടത്തിൽ വന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ് ആ ബലിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഈ ബലി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലായിട്ട് ഈ ബലി അർപ്പിക്കപ്പെട്ടു. ഇന്നും പിതാവിന്റെ സന്നിധിയിൽ പുത്രനായ ദൈവം ആ ബലി അർപ്പിക്കുന്നുവെങ്കിൽ അവസാനത്തെ ആൾ പോലും ആ ബലിയിലൂടെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ആ ബലിയിൽ പങ്കുചേരുമ്പോൾ ആ ബലിയുടെ ഫലം എനിക്കും ഉണ്ടാകുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ ഈ പരിശുദ്ധ കുർബാനയുടെ അർത്ഥത്തെക്കുറിച്ച്, അതിൻ്റെ ഓരോ പ്രാർത്ഥനയുടെയും അർത്ഥത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ കടന്നു വന്നത്. എനിക്ക് തോന്നുന്നു അതിന് കുറച്ചുകൂടി സമയം വേണ്ടി വരും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ നീ ഏത് ആരാധനയുടെ പുറകെ പോയാലും, നീ ഏത് പ്രാർത്ഥനയുടെ പുറകെ പോയാലും പിശാച് നിന്നെ ഒരു കെണിയിൽ കൊണ്ട് ചാടിക്കും. ആ കെണി എന്ന് പറയുന്നത് നീ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കെണിയാണ്.
ധാരാളം പേര് അങ്ങനെ വീണുപോയി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഏറ്റവും നിന്ദ്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തി ദാനിയേലച്ചൻ നടത്തിയിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രഭാഷണം ഒരു പ്രാവശ്യം കേട്ടാൽ ഹൃദയം തുറന്നു കേൾക്കണം. ഹൃദയം തുറന്നു കേൾക്കണം. ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് കേൾക്കണം. ഒരു പ്രാവശ്യം ആ പ്രഭാഷണം, ആ പ്രസംഗം കേട്ടാൽ ആ നിമിഷം കുർബാനയുടെ മുമ്പിൽ അവന്റെ മുട്ടുകൾ അവൻ മടക്കും. ഇപ്പോഴും ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഹൃദയം കൊട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുക? സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാക്രമമാണ് പരിശുദ്ധ കുർബാനക്രമം. ഞാൻ പറഞ്ഞല്ലോ, മാർ യാക്കോബ് ശ്ലീഹായാണ് ആദ്യം ഈ കുർബാനക്രമത്തിന്റെ ആദ്യ രൂപം നൽകിയത് എന്ന് പറഞ്ഞല്ലോ. കർത്താവിൻ്റെ സ്ഥാപന വചനങ്ങൾ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്നുള്ള ആ സ്ഥാപന വചനങ്ങളായിരുന്നു ആദ്യത്തെ പരിശുദ്ധ കുർബാനയുടെ ഭാഗം. പിന്നീട് അതിൽ ഒരുക്കം വന്നു, ഒരുക്ക ശുശ്രൂഷ വന്നു. ഒരുക്ക ശുശ്രൂഷയൊക്കെ എങ്ങനെയാണ് വന്നത്? നമ്മളൊരു പ്രാർത്ഥന നടത്തുമ്പോൾ അതിനൊരു ഒരുക്കം വേണ്ടേ? അതും പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയ്ക്ക് ഒരു ഒരുക്കം വേണ്ടേ? ആ ഒരുക്കമാണ് ഒരുക്ക ശുശ്രൂഷ. അപ്പോൾ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കണ്ടേ? അതാണ് വചന ശുശ്രൂഷ. അതിനെ തുടർന്നാണ് ബലിയർപ്പണത്തിലേക്ക് കടക്കുന്നത്. ബലിയർപ്പണം പൂർത്തിയാകുന്നത് എവിടെയാണ്? ബലിവിരുന്നിന്റെ ശുശ്രൂഷയിലാണ് ബലിയർപ്പണം പൂർത്തിയാകുന്നത്. ബലിയർപ്പണത്തിൽ പങ്കെടുത്തവരെല്ലാം കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ബലിയർപ്പണം പൂർത്തിയാകുന്നത്. അതാണ് ബലിവിരുന്നിന്റെ ശുശ്രൂഷ. ഒരു ആരാധന സമാപിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് അത് സമാപിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന വേണ്ടേ? അതാണ് സമാപന ശുശ്രൂഷ. ഇങ്ങനെ ഒരുക്ക ശുശ്രൂഷയും വചന ശുശ്രൂഷയും ബലിയർപ്പണത്തിന്റെ ശുശ്രൂഷയും ബലിവിരുന്നിന്റെ ശുശ്രൂഷയും സമാപന പ്രാർത്ഥനകളുടെ ശുശ്രൂഷയും ചേരുന്നതാണ് പരിശുദ്ധ കുർബാന. ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പിന്നിലുള്ള വിവേകക്കുറവ്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള പൈശാചികത നമ്മൾ മനസ്സിലാക്കണം. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പരിശുദ്ധ കുർബാനയാണ്. പിശാച് വീണു പോകുന്ന ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാനയാണ്. പിന്നെ പിശാച് ആ പരിശുദ്ധ കുർബാനയെ തകർക്കുവാൻ എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയില്ലേ? എല്ലാ ദുഷ്ട സംശയങ്ങളും ഉന്നയിക്കുകയില്ലേ നമ്മിലൂടെ? എന്നാൽ ഓർക്കുക, ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ആരാധനാക്രമമല്ല. കർത്താവ് സ്ഥാപിച്ചത് മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ അത് മനോഹരമാക്കി തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ കുർബാനയുടെ ഒരുക്കമില്ലാതെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അത് നമുക്ക് വലിയ പ്രയാസമായി തോന്നുന്നത്. നമ്മൾ എത്ര പേര് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്ര പേര് ഒരുങ്ങുന്നുണ്ട്? മലങ്കര സഭയുടെ പാരമ്പര്യം അനുസരിച്ച് തലേ ദിവസം വൈകുന്നേരം മുതൽ ഒരുങ്ങണം. പണ്ട് നമ്മുടെ പൂർവികര് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്, അതായത് പരിശുദ്ധ കുർബാനയുടെ ഫലം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവര്, അവർക്ക് വേറെ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. അവർക്ക് വേറെ എങ്ങും പോയി ഒരു പരിഹാരവും കണ്ടുപിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർക്ക് പരിശുദ്ധ കുർബാന ധാരാളം മതിയായിരുന്നു. മലങ്കര സഭയുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച തന്നെ പല പള്ളികളിലും കുർബാന ഉണ്ടായിരുന്നില്ല. മാസത്തിൽ ഒരിക്കലൊക്കെയായിരുന്നു കുർബാന. പക്ഷേ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ പരിശുദ്ധ കുർബാന മതിയായിരുന്നു ആ മക്കൾക്ക് ഒരു മാസം ജീവിക്കാൻ. ഒരു മാസം ജീവിക്കുവാൻ ഈ ഒരു മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ പരിശുദ്ധ കുർബാന മാത്രം മതിയായിരുന്നു. ആ ശക്തി മതിയായിരുന്നു. കാരണം അത്രമാത്രം ഒരുക്കത്തോടു കൂടിയാണ് അവർ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത്. മാസത്തിൽ ഒരിക്കലുള്ള ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി തലേ ദിവസം മുതൽ ഒരുങ്ങാൻ തുടങ്ങും. തലേ ദിവസം ഒരുങ്ങാൻ എന്ന് പറയുന്നത് പൗഡർ ഇട്ട് ഒരുങ്ങുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇന്ന് നടക്കുന്ന ഒരുക്കം അതാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി തലേ ദിവസം മുതൽ ഒരുക്കം നടക്കുകയാണ്. ഇതൊന്നും അതിശയോക്തിയല്ല. നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നടത്തുന്ന പുറമേയുള്ള ഒരുക്കങ്ങളാണ്. പക്ഷേ സഭയിൽ നടന്നുകൊണ്ടിരുന്ന ഒരുക്കം എന്താണെന്ന് അറിയാമോ? തലേ ദിവസം വൈകുന്നേരം മുതൽ ഉപവാസം ആരംഭിക്കും. ഉപവാസം
തലേ ദിവസം രാത്രി അത്താഴം കഴിക്കില്ല. പിറ്റേന്ന് രാവിലെ കുർബാനയുള്ളത് കൊണ്ട് വൈകുന്നേരം അത്താഴമില്ല. ഉപവസിച്ചാണ് ഈ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ഉള്ളിൽ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ഇന്നലെ കഴിച്ച പൊറോട്ട കടന്ന് ഉരുളാൻ പാടില്ല, ഉരുണ്ട് കയറാൻ പാടില്ല ഈ പൊറോട്ട. നിന്റെ ഉള്ളിൽ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ വരുമ്പോൾ അത് നിന്നിലേക്ക് പൂർണ്ണമായി അലിഞ്ഞു ചേരണമെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ അതിനു വേണ്ടി ഒരുക്കമുള്ളതായിരിക്കണം. ഇവിടെ രാവിലെ കുർബാനയ്ക്ക് ഇറങ്ങുമ്പോഴും കൊച്ചിന്റെ വായിലോട്ട് പൊറോട്ട തള്ളി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക് വിടുന്നത് തന്നെ. അത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ഇരിക്കട്ടെ എന്നാ പറയുന്നത്. ഈ കുർബാന എങ്ങനെയാണ് അനുഗ്രഹമായി തീരുന്നത്? ഈ കുർബാന എങ്ങനെയാണ് ബലിയായി തീരുന്നത്? ഈ കുർബാന എങ്ങനെയാണ് സ്തോത്രമായി തീരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനയിൽ, ഈ കുർബാന അനുഗ്രഹവും ബലിയും സ്തോത്രവുമാകുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് അനുഗ്രഹമല്ലാതായി പോയത് എവിടെയാണ്? ഇതെനിക്ക് ബലിയല്ലാതായി പോയത് എവിടെയാണ്? ഇതെനിക്ക് സ്തോത്രമല്ലാതായി പോയത് എവിടെയാണ്? ഇതൊരു കാഴ്ചയായി മാറിയപ്പോൾ, ഇതൊരു കടമയായി മാറിയപ്പോൾ, ഇതൊരു ബാധ്യതയായി മാറിയപ്പോൾ നമ്മൾ ഓടി വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. അവിടെ നിന്ന് ഓടി ഇറങ്ങിപ്പോകുന്നു. പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് നമ്മുടെ കുർബാനയിലുള്ള പങ്കാളിത്തം കാണുമ്പോൾ. എപ്പോഴോ കുർബാനയിൽ വന്ന് കയറുന്നു, എപ്പോഴോ ഇറങ്ങിപ്പോകുന്നു, എങ്ങനെയൊക്കെയോ അതിൽ പങ്കെടുക്കുന്നു. ഈ കുർബാന എങ്ങനെയാണ് ഫലമുണ്ടാക്കുന്നത്? എന്നിട്ടും കർത്താവ് ക്ഷമിക്കുന്നു, എന്നിട്ടും കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നു. അതാണ് ദൈവത്തിന്റെ കരുണ, അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഞാൻ ഇത്രമാത്രം അലസമായി നിന്നിട്ടും, ഞാൻ ഇത്രമാത്രം ശ്രദ്ധയില്ലാതെ നിന്നിട്ടും, ഞാൻ ഇത്രമാത്രം വിശ്വാസമില്ലാതെ നിന്നിട്ടും എൻ്റെ കർത്താവ് എന്നെ കരുണയോടെ തൊടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. ഈ ഉപവാസം കുറഞ്ഞു വന്നു. അവസാനം 3 മണിക്കൂറെങ്കിലും ഉപവസിക്കണമെന്നായി. അവസാനം കർത്താവ് ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ 1 മണിക്കൂറെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. 1 മണിക്കൂറുമില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കഴിവ് പറയുകയല്ല. ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ സമയമെങ്കിലും ഉപവസിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സാധിക്കുമെങ്കിൽ നല്ല രീതിയിൽ ഉപവാസമെടുത്ത് കുർബാന അർപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഉപവസിച്ച് കുർബാന അർപ്പിച്ചതിൻ്റെ അനുഭവം മറ്റുള്ള ഒരു തരത്തിലും എനിക്കുണ്ടായിട്ടില്ല. പലപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് അല്ലാതെ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു സമൂഹ ബലിയിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടി വരുമ്പോൾ ഒക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നല്ല ഒരു ഒരുക്കം പെട്ടെന്ന് നടത്താനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നെനിക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങും. ഞാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികര്, ഇന്നും നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കൾ, നമ്മുടെ നാട്ടിലുള്ള മാതാപിതാക്കൾ ഉപവസിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഈ ഒരു ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഫലം എന്താണ്? നീ എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? കർത്താവിന്റെ തിരുശരീര രക്തങ്ങളല്ലേ സ്വീകരിക്കാൻ പോകുന്നത്. അതിനൊരു ഒരുക്കം വേണ്ടേ? ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ ഒരു ഒരുക്കം വേണ്ടേ? ഇതില്ലാതെ ഓടിപ്പോയി നാവ് നീട്ടി സ്വീകരിക്കാനുള്ളതാണോ ഇത്? എത്രയോ ആളുകൾ കുർബാനയ്ക്കിടയിൽ കടന്നു വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുർബാന സ്വീകരിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തവരെ പോലെ വളരെ അലസരായി തിരികെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന എന്നുള്ള ആ വലിയ ആരാധനയെ നമ്മുടെ നാട്ടിൽ നമ്മൾ എതിർസാക്ഷ്യമാക്കി തീർത്തത്. ഇത് കണ്ടവനാണ് ഈ സഭ വിട്ടുപോയത്. ഇത് കണ്ടവനാണ് ഈ സഭയിലേക്ക് കടന്നു വരാത്തത്. ഇങ്ങനെ കുർബാന അർപ്പിക്കുന്നതും ഇങ്ങനെ കുർബാന സ്വീകരിക്കുന്നതും കണ്ടു നിൽക്കുന്നവന് എന്ത് വിശ്വാസമാണ് ഈ കുർബാനയിൽ ഉണ്ടാകുന്നത്? അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എതിർസാക്ഷ്യമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്, ഇടർച്ചയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ദേവാലയത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസം ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാൾ കടന്നു വരുന്നു എന്ന് വിചാരിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കാണുന്നു എന്ന് വിചാരിക്കുക. എന്ത് വിശ്വാസമാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നത്? അതുവരെ ഇരിക്കുകയാണ്, ഓടിപ്പോയി കുർബാന സ്വീകരിക്കുകയാണ്. തട്ടിപ്പറിച്ചുകൊണ്ട് വരുന്നത് പോലെ പോയി സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കര അവശമായിട്ട് വന്നും കിടക്കുകയാണ്, പിന്നെയും കിടക്കുകയാണ്.
എന്തോ വലിയ ക്ഷീണമുള്ള ഒരു ജോലി ചെയ്തതുപോലെയാണ്. നീ ഒന്ന് മുട്ടുകുത്ത്. നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ തിരുശരീരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നീ ഒന്ന് മുട്ടുകുത്ത്. ഇതൊന്നും കാണാത്ത ഒരു സമൂഹത്തിൽ എന്ത് കണ്ടിട്ടാണ് ഈ കുർബാനയിൽ ഒരാൾ വിശ്വസിക്കേണ്ടത്? നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഇത് ഉണ്ടാക്കുമെന്ന് പറയുന്നത്? അപ്പോൾ ഇറച്ചിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിലാണ് കുർബാന നമുക്ക് വലിയ ദോഷമായി തീരുന്നത്. കുർബാന ദോഷമായി തീരുന്നു. അവസാനം അച്ഛൻ കുർബാന സമാപിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഞങ്ങൾ സ്വീകരിച്ച നിന്റെ തിരുശരീരം തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. എങ്ങനെയാണ് കുർബാന ശിക്ഷാവിധിക്കും പ്രതികാരത്തിനും കാരണമായി തീരുന്നത്? രണ്ട് കാരണങ്ങളാണ്. ഈ കുർബാന, ഞാൻ അർപ്പിക്കുന്ന കുർബാന മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരുമ്പോൾ, അയോഗ്യതയോടുകൂടി ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളിൽ പലരും രോഗികളാണ്. കാരണം എന്താണ്? അയോഗ്യതയോടുകൂടി നിങ്ങൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിനാലാണ്. നമ്മളിപ്പോഴും അതൊന്നും പരിശോധിക്കാൻ തയ്യാറല്ല. എൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ പരിശോധിക്കാൻ തയ്യാറല്ല. ഞാൻ പാഞ്ഞു നടക്കുകയാണ്. ആരെൻ്റെ തലയിൽ കൈവെക്കുമെന്ന് ചോദിച്ചു നടക്കുകയാണ്. നിന്റെ തലയിൽ കൈവെക്കാൻ വേണ്ടി കർത്താവുണ്ട്. നിന്നെ രക്ഷിക്കുവാൻ കർത്താവുണ്ട്. അതിനുള്ള എല്ലാ മാർഗങ്ങളും കർത്താവ് നിനക്ക് തുറന്നു തന്നിട്ടുണ്ട്. നീ അതൊന്ന് വിശ്വസിച്ചാൽ മതി. നീ അതൊന്ന് വിശ്വസിച്ചേറ്റു പറഞ്ഞാൽ മതി. നീ അതിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയാൽ മതി. നീ അതിൻ്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ചാൽ മതി. മലങ്കര കുർബാനയുടെ അല്ലെങ്കിൽ മലങ്കര പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുട്ടുകുത്തി നമ്മുടെ ഇടപാട് തീരുമെന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പിന്റെ കാലത്ത് ഉച്ചപ്രാർത്ഥന സമയത്ത് 40 പ്രാവശ്യമാണ് കുമ്പിടേണ്ടത്. എന്തിനാണിത്? സഭാപിതാക്കന്മാർ എന്തിനാണ് ഇതൊക്കെ രൂപപ്പെടുത്തിയത്? നീ നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അടിപ്പെടുത്തുകയാണ്. നീ നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നീ നിന്നെ പൂർണ്ണമായി ശൂന്യപ്പെടുത്തുകയാണ്. അതാണ് മുട്ടുകുത്തൽ, അതാണ് കുമ്പിടിൽ. ഇതൊന്നുമില്ലാതെ നമുക്ക് മുട്ടുകുത്താൻ വയ്യ, നമുക്ക് കുമ്പിടാൻ വയ്യ, നമുക്ക് തലവണങ്ങാൻ വയ്യ. തല കുനിക്കണം എന്നിവിടെ ശുശ്രൂഷകൻ പറയും. നമുക്കെല്ലാവർക്കും തല കുനിച്ച് നിൽക്കാം. അതുവരെ തല കുനിച്ച് നിന്നവൻ മേലോട്ട് നോക്കി കോട്ടുവായിടുന്ന കുർബാനയില് എവിടെയാണ് നിന്റെ തലയിൽ കർത്താവ് കൈവെക്കേണ്ടത്? നിന്റെ വായിലാ കൈവെക്കാൻ പോകുന്നത്. നീ തല കുനിച്ചാലല്ല നിന്റെ തലയിലോട്ടൊന്ന് കൈവെക്കാൻ പറ്റൂ. ഈ ശുശ്രൂഷകൻ ചൊല്ലുന്നതൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ വിചാരിക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് വെടി പൊട്ടിക്കുന്നത് പോലെ ഈ ഫില്ല് ചെയ്യാൻ വേണ്ടി, അതായത് കുർബാനയ്ക്കിടയ്ക്ക് ആരും മിണ്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണമല്ലോ. കുറച്ച് നേരം അച്ഛൻ സംസാരിക്കും, കുറച്ച് നേരം ശുശ്രൂഷകൻ സംസാരിക്കും, അവർ രണ്ടുപേരും സംസാരിക്കാത്തപ്പോൾ ജനം സംസാരിക്കും. അങ്ങനെയൊന്നുമല്ല. സൗമൻകാലസ് എന്ന് പറഞ്ഞാൽ 2 സമയത്താണ് സൗമൻകാലസ് പറയുന്നത്. ഏതൊക്കെയാ സമയത്താണ്? മലങ്കര കുർബാന അറിയാവുന്നവർക്കറിയാം. പരിശുദ്ധ കുർബാന ആരംഭിക്കാൻ സർവ്വശക്തിയുള്ള പിതാവ് വിശ്വാസ പ്രമാണം കഴിഞ്ഞിട്ട് ബലിയർപ്പണത്തിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോൾ ശുശ്രൂഷകൻ ഇവിടെ നിന്ന് ഉച്ചസ്വരത്തിൽ പറയും സൗമൻകാലസ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്? ഇതുവരെയും ഉറങ്ങി തൂങ്ങി നിൽക്കുന്നവരൊക്കെ ഉണർന്നു നിൽക്കുക, ബലി ആരംഭിക്കാൻ പോകുന്നു, ബലി ആരംഭിക്കാൻ പോകുന്നു, ഉണരുക. പിന്നെ ഒരു സൗമൻകാലസ് ഉണ്ട്. എവിടെയാണ്? ഇവിടെ പിന്നെ ഒരു സൗമൻകാലസ് ഉള്ളത് എവിടെയാണ്? എവിടെ? സുവിശേഷ വായന കഴിഞ്ഞിട്ട്. സുവിശേഷ വായന കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? പാപപരിഹാരത്തിനുള്ള പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കാൻ പോകുന്നു. അപ്പോൾ വീണ്ടും ഈ ശുശ്രൂഷകൻ വിളിച്ച് പറയും സൗമൻകാലസ്, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ പുരോഹിതൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാവരും പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉണർന്നു നിൽക്കുക.
ഇങ്ങനെ ഓരോ സമയത്തും ഓരോ നിർദ്ദേശങ്ങൾ ശുശ്രൂഷകൻ തരും. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. അർപ്പിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നാം ശബ്ദമുയർത്തി പറയണം. ശബ്ദമുയർത്തി പറയണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെല്ലാം പുറകുറുക്കും. ഇത് ഒരു ആരാധനാക്രമമായി രൂപപ്പെട്ടു വന്നതാണ്. അന്നത്തെ ജനസമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ശുശ്രൂഷകൻ നിൽക്കുന്നത്. ഓരോ ഭാഗത്തിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ശുശ്രൂഷകൻ നിൽക്കുന്നത്. സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷകൻ വിളിച്ചു പറയും, ഇതാ കർത്താവിൻ്റെ വചനം വായിക്കപ്പെടുന്നു, എല്ലാവരും അടക്കത്തോടും മണക്കത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് ഈ വചനം കേൾക്കുക എന്ന് ശുശ്രൂഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതുവരെ നിന്നവരൊക്കെ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. ഇതാണ് കുർബാന. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാൽ ഈ കുർബാന എന്താണെന്ന് മനസ്സിലാവില്ല. ഈ കുർബാനയല്ല ഒരു കുർബാനയും മനസ്സിലാവില്ല. മലങ്കര കുർബാനയെ കുറിച്ചുള്ള ഒരു പരാതി അത് ദീർഘമായ കുർബാനയാണെന്നുള്ളതാണ്. സത്യമാണ്, ദീർഘമായ കുർബാനയാണ്. അതറിഞ്ഞു തന്നെ ചെയ്തിരിക്കുന്നതാണ്. കുർബാന ഇച്ചിരി ദീർഘമായിട്ട് തന്നെ ഇരിക്കണം. ബലിയാണ്. കർത്താവ് കുരിശിൽ ഓടിച്ചെന്ന് കയറിയിട്ട് എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിറങ്ങി പോവുമായിരുന്നല്ലോ ചെയ്തത്. 3 മണിക്കൂർ അവിടെ കിടക്കുകയായിരുന്നു. പെടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 3 മണിക്കൂറെങ്കിലും കുർബാന ഉണ്ടാവണം എന്നാണ് നമ്മുടെ നിയമം. അങ്ങനെയൊക്കെ ആയിരുന്നു പരിശുദ്ധ മലങ്കരയിലെ പരിശുദ്ധ കുർബാന 3 മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മളതിനെ കുറച്ച് ചുരുക്കിയൊക്കെ ഈ പരുവത്തിലാക്കി. പക്ഷെ ആഘോഷമായ പരിശുദ്ധ കുർബാന 3 മണിക്കൂറെങ്കിലും നിൽക്കും. എന്നാൽ നമുക്കറിയാം ചിലർ കുർബാനയുടെ ചെറിയ രൂപങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇട ദിവസങ്ങളിലൊക്കെ ലത്തീൻ പള്ളികളിൽ കുർബാനയ്ക്ക് പോകുന്നവരുണ്ട്. കാരണം 15 മിനിറ്റ് കൊണ്ട് കുർബാന അവസാനിക്കും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർക്ക് ഒരുപക്ഷെ ജോലിക്ക് പോകണമായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ പോകണമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ തിരക്കുകളിലേക്ക് പോകണമായിരിക്കും. അതുകൊണ്ട് കുർബാന നഷ്ടപ്പെടുത്തണ്ട എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പോയി കുർബാനയിൽ പങ്കെടുത്ത് വേഗത്തിൽ കുർബാന സ്വീകരിച്ച് പോകുന്നത്. പക്ഷേ ഭൂരിഭാഗം പേരും ഈ കുർബാന കഴിഞ്ഞിട്ട് പോയി നീണ്ടു നിവർന്ന് കുരിശിൽ കിടക്കുന്നത് പോലെ കർത്താവ് കിടന്നതിനേക്കാൾ കഷ്ടമായിട്ട് കിടക്കാൻ വേണ്ടിയാണ് ഓടി കുർബാന കണ്ടിട്ട് അങ്ങ് പോകുന്നത്. നമ്മൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ചിലർ ഇറങ്ങി പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കും. കുർബാന കഴിഞ്ഞ ഉടനെ ഇറങ്ങി അങ്ങ് പോവാണ്. നമ്മൾ വിചാരിക്കും ആരാണ്ട് മരിച്ചു കാണും, അവരുടെ അടക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കും. നമ്മൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ അയാൾ ആ ജംഗ്ഷനിൽ വായും വളർന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അടുത്ത ജംഗ്ഷനിലേ അവിടെ വായി നോക്കി നിൽക്കുന്നതാണ്. നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഇത്ര സ്പീഡിൽ ഇറങ്ങിപ്പോയത് ഈ വായി നോക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് നമ്മൾ വിചാരിക്കും. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും നമുക്ക് ഈ കുർബാനയുടെ അർത്ഥത്തിലേക്ക് ഞാൻ ഓരോ കുർബാനയുടെ ഭാഗം, ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ബലിയർപ്പണം, ബലി വിരുന്ന്, സമാപനം, ഇതിന് ഭയങ്കര അർത്ഥങ്ങളുണ്ട്. ഓരോന്നിനും അർത്ഥമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വൈദികൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നേരെ കരങ്ങൾ ഉയർത്തുന്നത് ടാറ്റ പറയുന്നത് പോലെ കൈ ഉയർത്തുകയല്ല. ഈ തിരുശരീര രക്തങ്ങളിൽ നിന്ന് കൈ കോരിയെടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരുപക്ഷെ ദൂരെ നിൽക്കുന്നവർക്ക് അത് കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. കൈകൊണ്ട് തിരുശരീര രക്തങ്ങളിൽ നിന്ന് ആ സർവ്വ അഭിഷേകവും ശക്തിയും കോരിയെടുത്ത് എല്ലാ ജനങ്ങൾക്ക് നേരെയും വിതറിക്കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. അതുപോലെ വൈദികൻ ആശീർവാദം കൊടുക്കുമ്പോൾ വൈദികന്റെ ഇടതുകരം ബലിപീഠത്തിൽ ഇരിക്കുകയാണ്. ബലിപീഠത്തിൽ നിന്നുള്ള ആശീർവാദമാണ് കൊടുക്കുന്നത്. അല്ലാതെ വൈദികൻ സ്വന്തം കയ്യിൽ നിന്ന് ആരെയും ആശീർവദിക്കുകയല്ല. ബലിപീഠത്തിൽ ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരെ കരങ്ങൾ ഉയർത്തി പറയുകയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു എന്ന് പറയുന്നത് ഈ ബലിപീഠത്തിൽ നിന്നുള്ള ശക്തി ആശീർവാദമായിട്ട് ഈ ജനങ്ങളുടെ മേലിലേക്ക് ചൊരിയുകയാണ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത്, എൻ്റെ തലയിലൊന്ന് കൈപിടിച്ചേ. നമുക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അതൊന്നും എത്തിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. നന്നായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഒരുത്തൻ കഞ്ഞിയും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ ഒരാശീർവാദത്തിന്റെ കാര്യമില്ല. നന്നായിട്ട് ഒരുക്കത്തോടുകൂടി, അനുതാപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വിശ്വാസത്തോടുകൂടി പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ഒരുവന് പിന്നെ കൈയും കാലും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് വിശ്വാസം വേണം. ഈ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ കർത്താവ് എന്നെ തൊട്ടു, എന്നെ അനുഗ്രഹിച്ചു.
ഞാൻ ഇതെല്ലാം നിഷേധിച്ച് പറയുകയല്ല. ഒരു വൈദികൻ ഒരാളുടെ ശിരസിൽ കൈപിടിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അനുഗ്രഹമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല എന്നാരും ചിന്തിക്കരുത്. നമുക്കതാണ് കുഴപ്പം. നമുക്കിത് കഴിഞ്ഞിട്ട് ആ നൊവേന കൂടി ഇല്ലെങ്കിൽ ഇത് ശരിയാകുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ എല്ലാ ബന്ധനങ്ങളും അഴിക്കപ്പെട്ടപ്പോൾ, എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെട്ടപ്പോൾ ഇതില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയരുത്. നീ ചൊല്ലിക്കോ, പക്ഷെ ഇതിൻ്റെ കൂടെ വേണം. അല്ലെങ്കിൽ ഇതില്ലാതെ നീ അത് ചൊല്ലാൻ പോകരുത്. ഒത്തിരിയും തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ദാനിയേലച്ചൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ദൈവം വളർത്തുന്നതല്ല, അത് പറയാൻ യാതൊരു പ്രയാസവുമില്ല. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെയും ദൈവം വളർത്തുന്നതാകണമെന്നില്ല. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവജനത്തെ അകറ്റുവാൻ വേണ്ടി പല ഗിമ്മിക്കുകളും പല മായാജാലങ്ങളും പല തന്ത്രങ്ങളും കാണിക്കുവാൻ കഴിവുള്ളവനാണ് പിശാച്. അതാ വിശുദ്ധരുടെ കുഴപ്പമൊന്നുമല്ല. വിശുദ്ധരെല്ലാം നല്ലതാണ്. ആ വിശുദ്ധരിലാണ് ഈ സഭ ഉറപ്പിക്കപ്പെട്ടത്. ആ വിശുദ്ധർ അഭയം പ്രാപിച്ച കുർബാനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ അന്തോണിയോസും ഈ അൽഫോൻസാമയും അഭയം പ്രാപിച്ചത് ഈ പരിശുദ്ധ കുർബാനയിലാണ്. അവർ അഭയം പ്രാപിച്ച, അവർ വിശ്വസിച്ച, അവർ സൗഖ്യം പ്രാപിച്ച, അവർ അത്ഭുതങ്ങൾ കണ്ട, അവർ കർത്താവിനെ കണ്ട പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവർ പോലും പറയില്ല നിങ്ങൾ പരിശുദ്ധ കുർബാനയേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ മാധ്യസ്ഥത്തിലേക്ക് വരണമെന്ന്. അവർ പറയുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ മാത്രമാണ്. നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുക, അവൻ്റെ അടുത്തേക്ക് പോവുക, അവനെ കാണുക. അവന് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളൊക്കെ കാഴ്ചക്കാരാണ്. ഞങ്ങൾക്ക് ഒരു ശക്തിയുമില്ല, ആർക്കുമില്ല, ഒരു വിശുദ്ധനും ശക്തിയില്ല. ശക്തിയെല്ലാം ദൈവത്തിനാണ്. ദൈവം അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമുക്കത് തരുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യനായി ഒരു വിശുദ്ധനുമില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് തുല്യനായി ഒരു മധ്യസ്ഥനുമില്ല. പരിശുദ്ധ കുർബാനയെ അവഗണിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കാതെ ഏത് മാർഗങ്ങൾ അന്വേഷിച്ചു പോയാലും അത് അപകടകമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാന അനുഭവമായി തീരുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഇന്ന് ഞാൻ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. കുർബാന എപ്പോൾ തീരും? കാര്യം എന്തുവാ? അത് കഴിഞ്ഞിട്ട് വേണം നൊവേനയിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടിയാണോ അത്? എത്ര സങ്കടമാണ്. പല പള്ളികളിലും വാതൊക്കെ വന്ന് നിൽക്കുകയാണ്, എപ്പോൾ തീരും കുർബാന? കാര്യം എന്തുവാ? അത് കഴിഞ്ഞിട്ടാ നൊവേന, അതിലൊന്ന് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് അവൻ്റെ തലക്കടിക്കുക വേണ്ടത്. ഇവനെ പോലുള്ളവരൊക്കെയാണ് ഈ കത്തോലിക്ക സഭയെ സമൂഹത്തിൽ നാണം കെടുത്തിയത്, വിശുദ്ധരുടെ മാധ്യസ്ഥത്തെ നാണം കെടുത്തിയത്. കത്തോലിക്ക സഭയെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണം ഇങ്ങനെയുള്ള കുറെ വിശ്വാസികളാണ്. സഭ പഠിപ്പിക്കാത്ത, സഭ ഉപദേശിക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ. ഇവരാണ് മറ്റു പലരെയും പള്ളിയുടെ പുറത്ത് വെച്ച് തന്നെ തിരിച്ചു വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. കയറാൻ വന്നവനെ പോലും പറഞ്ഞു വിട്ടത് അവരാണ്. ഇവരെ കണ്ടാൽ ആര് വരും? ഇങ്ങനെ കുർബാനയിൽ സംബന്ധിക്കുന്നവനെ കണ്ടാൽ ആര് വരും? സ്നേഹമുള്ളവരെ, ഈ ആലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പരിശുദ്ധ കുർബാന ഈ ശുശ്രൂഷകളുടെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതൊന്നും അങ്ങനെയൊന്നും ആലോചിച്ചൊന്നും ചെയ്തതൊന്നുമല്ല. തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ദാനിയേലച്ചൻ ശുശ്രൂഷ ആരംഭിച്ചു. സാവധാനത്തിൽ അച്ഛന് കിട്ടിയ ഒരു പ്രചോദനമാണിതൊക്കെ. പഴയ നിയമം പ്രഭാതത്തിൽ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് കുർബാന ചൊല്ലുന്നു, അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് പോകുന്നു. എത്ര മനോഹരമായ ഒരു ക്രമമാണിത്. ഈ പരിശുദ്ധ കുർബാന ഇതിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ ഈ പരിശുദ്ധ കുർബാന നിൽക്കുകയാണ്. പഴയ നിയമത്തിലൂടെ, അച്ഛൻ്റെ വചന ശുശ്രൂഷയിലൂടെ കുർബാനയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ നമ്മെ ഒരുക്കുന്നത്. കുർബാനയാകാൻ വേണ്ടി ഒരുക്കുകയാണ്. പഴയ നിയമം അച്ഛൻ പ്രഭാതത്തിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് പഠിപ്പിച്ചാലും, ഏത് അധ്യായം പഠിപ്പിച്ചാലും, ഏത് പുസ്തകം പഠിപ്പിച്ചാലും അത് കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരിക്കും. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ്, കുർബാനയായി ജീവിക്കാൻ വേണ്ടിയാണ്. കുർബാനയ്ക്ക് മുമ്പ് കുർബാനയാകാൻ ഒരുക്കുന്നു, രണ്ടാമത്
കുർബാനയാകാൻ പഠിപ്പിക്കുന്നു. ഇതാണ് ശുശ്രൂഷ. നമുക്ക് ഇപ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു അനുഭവത്തിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. അത് ഒരു വൈദികൻ്റെ സവിശേഷതയൊന്നുമല്ല. നമ്മളെല്ലാവരും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുർബാന ഏറ്റവും അനുഗ്രഹമായി തീരും. ഞാൻ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ കുർബാന ചൊല്ലുന്ന സമയത്ത് ഇടക്കാലത്ത് എനിക്ക് നടുവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ സ്വയം ഒരു തീരുമാനമെടുത്തു. വൈദികൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ധാരാളം സമയത്ത് മുട്ടുകുത്തേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട് അൾത്താരയിൽ, അല്ലെങ്കിൽ കമിഴ്ന്നു കിടക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. എനിക്ക് ഈ നടുവേദനയും മുട്ടുവേദനയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ കണ്ടുപിടിച്ച പരിഹാരം, ആ സ്ഥലത്തൊന്നും മുട്ടുകുത്തണ്ട. ആ സമയത്തൊക്കെ നിന്നുകൊണ്ട് ഞാനങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. മുട്ടുകുത്തിയാൽ വേദന കൂടും എന്നുള്ളത് കൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ആരും അതിനകത്തൊരു കുറ്റവും പറയില്ല. വയ്യാത്തത് കൊണ്ടല്ലേ. നിന്നുകൊണ്ടും ഒക്കെ ആ പ്രാർത്ഥനകൾ, മുട്ടുകുത്തി നടത്തേണ്ട പ്രാർത്ഥനകളൊക്കെ മുട്ടുകുത്താൻ തീരുമാനിച്ചു. എത്ര നടുവേദനയുണ്ടെങ്കിലും കുർബാന സമയത്ത് ഒരു വൈദികൻ മുട്ടുകുത്തേണ്ടുന്ന സ്ഥലത്ത് ഞാൻ മുട്ടുകുത്തും, കുമ്പിടേണ്ട സ്ഥലത്ത് കുമ്പിടും. അങ്ങനെ ഒരു തീരുമാനമെടുത്ത നാൾ മുതൽ എൻ്റെ നടുവേദനയും എൻ്റെ മുട്ടുവേദനയും ഒക്കെ ദൈവം എടുത്തു മാറ്റി എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ കുർബാനയിൽ നീ എന്തെങ്കിലും ഒഴികഴിവ് കാണിക്കുന്നുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പരിഹരിക്കപ്പെടുകയില്ല. പരിശുദ്ധ കുർബാന വേദനയുടെ കൂദാശയാണ്, സഹനത്തിൻ്റെ കൂദാശയാണ്. കർത്താവിനെ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന കൂദാശയാണ്. കർത്താവിൻ്റെ ജീവൻ എന്നിലേക്ക് ഞാൻ പകർന്നെടുക്കുന്ന കൂദാശയാണ്. കർത്താവിൻ്റെ രക്തം എൻ്റെ രക്തത്തിൽ ഞാൻ കലർത്തുന്ന കൂദാശയാണ്. ആ കൂദാശയിൽ വേദനയില്ല എങ്കിൽ അവർ ഭയപ്പെടണം. ഇന്നത്തെ കുർബാനയിൽ എനിക്ക് വേദനയുണ്ടായില്ലല്ലോ എന്ന് ഭയപ്പെടണം. ഇന്നത്തെ കുർബാന ശരിയായില്ല എന്ന് ആർക്കെങ്കിലും ഒരു തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ ഈ ഒരൊറ്റ കാരണത്തിലായിരിക്കണം. ഇന്നത്തെ കുർബാന സംബന്ധിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്കൊരു വേദന സഹിക്കാൻ പറ്റിയില്ലല്ലോ, ഇതായിരിക്കണം സങ്കടം. ഇന്നത്തെ കുർബാന സമയത്ത് എനിക്കൊരു വേദന സഹിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരിക്കണം പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പോകേണ്ടത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അമ്മ ഈ ഈശോയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ കൈകളിൽ ഈശോയെ എടുക്കാനായിട്ട് അമ്മ എന്നെ ഒന്ന് പഠിപ്പിക്കണേ. കുർബാന സമയത്ത് ഈശോയെ കയ്യിലെടുക്കാൻ, അമ്മ ഈ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ കയ്യിലെടുക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് തരണം. കുർബാന സമയത്ത് അമ്മ ഈ ഉണ്ണിയെ കയ്യിലെടുത്തിരിക്കുന്നത് പോലെ അമ്മ എന്നെ കയ്യിലെടുക്കണം. അമ്മ ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ എന്നെ എടുക്കണം. അമ്മ എന്നെ എടുത്ത് കയ്യിൽ വെക്കണം. ഈ കുർബാന സമയത്ത് ഉണ്ണിയെ എൻ്റെ കയ്യിൽ തരണം. അതാണ് കുർബാന. ആ കുർബാനയിലാണ് നമ്മൾ പങ്കെടുക്കാൻ പോകുന്നത്. ഈ പരിശുദ്ധ കുർബാന നമുക്ക് അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമായി തീരട്ടെ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.